മൊബൈലിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുകൂടി ഞാനൊന്ന് മീറ്റിംഗിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. സൗണ്ട് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചാറ്റിൽ ഇട്ടിരിക്കുന്ന സെറ്റിങ്സ് ചെയ്യുക. നമ്മുടെ കോ ഹോസ്റ്റ് ഷമീസ് താര മേഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. മേഡം സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതെ സർ, സൗണ്ട് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് അതേപോലെ തന്നെ ഇന്നത്തെ സെഷനെ കുറിച്ച് 2 വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ്സ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2015 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ പല ലൊക്കേഷനുകളിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ, പെരിന്തൽമണ്ണയിൽ നിന്നുണ്ട്. ഓക്കെ, തൃശ്ശൂർ, കണ്ണൂർ, എറണാകുളം, ദുബായ്, കാസർഗോഡ്, നിലമ്പൂർ. ഗ്രേറ്റ്, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സെഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്യുന്നു എന്നതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറയാം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടെക്നോളജി എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ടെക്നോളജി എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് സ്പ്രെഡ് ടെക്നോളജി, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ടെക്നോളജി എല്ലാവരിലേക്ക് എത്തുന്നതിലൂടെ എല്ലാവർക്കും പ്രയോജനം കിട്ടണമെന്നുള്ള ഒരാഗ്രഹം. ഇതിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2015 വിപ്രോയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം ഈ ടെക്നോളജി എന്ന് പറയുന്ന ടെക്കീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലായിരുന്നു കൂടുതലായിട്ട് നിന്നത്. അതുപോലെ എല്ലാവരിലേക്ക് എത്തുകയും അതിൽ നിന്ന് ബെനിഫിറ്റ് എല്ലാവർക്കും ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം. രണ്ടാമത്തത് ഈ ടീച്ചിങ്ങിനോടുള്ള എൻ്റെ ഒരു പാഷൻ, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ പാഷനേറ്റായിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വന്നത്. മാത്രമല്ല ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലോ ഒക്കെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് വളരെ റിസ്കി ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മളിവിടെ ഈ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിനിടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ കോഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ ക്ലാസ്സിന്റെ ഇടയിൽ ത്രൂ ഔട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിനെ പറ്റി അല്ല പറയുന്നത്. ഇതിനിടയിൽ ഒരു 10-15 മിനിറ്റ് പെയ്ഡ് കോഴ്സിനെ പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള സമയമെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ്, ടെക്നിക്സ്, സ്ട്രാറ്റജീസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലോ ജോലിയിലോ ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പല ടൂൾസും ടെക്നിക്സും മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്നതിലൂടെ. സെയിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പല മെത്തേഡുകളുണ്ട്, ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡുകൾ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് ഒക്കെ നമുക്ക് കാണാം. AI ഉപയോഗിച്ചുകൊണ്ട് ജോലി കണ്ടെത്താൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈനും വീഡിയോസ് ഒക്കെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, വീഡിയോസ് നിർമ്മിക്കുന്നതൊക്കെ. AI ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ സെല് ചെയ്യാൻ സാധിക്കും. മുതൽ മുടക്കില്ലാതെ ഒരു ഓൺലൈൻ ബിസിനസ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ചെലവും ഇല്ലാതെ ഓൺലൈൻ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഓരോ ടൂൾസിന്റെയും ലിങ്കുകളെല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സെഷൻ ആരംഭിക്കാൻ റെഡി ആണെങ്കിൽ എസ് ഒന്ന് കമന്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ വരുന്നതായിരിക്കും. റെഡിയാണ്? ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നമുക്ക് ആദ്യം ചില ടൂൾസിലേക്ക് ഒന്ന് കിടക്കാം. അത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ തന്നെയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്.
AI ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. മിക്സോ എന്നാണ് ഈ ടൂളിന്റെ പേര്. MIXO.io. ജസ്റ്റ് ഒരു കമാൻഡ് കൊടുത്താൽ ആ കമാൻഡിനെ ബേസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഇത് ഉണ്ടാക്കി തരും. ഞാൻ MIXO.io എന്ന് പറയുന്ന സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് എ വെബ്സൈറ്റ് ഇൻ സെക്കൻഡ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ കമാൻഡ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സെന്റൻസ്. ഇപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന സെന്റൻസ് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് നിർമ്മിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രോംപ്റ്റ് എന്ന് പറയാം. ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് നോക്കിക്കോളൂ. ക്രിയേറ്റ് എ 1 പേജ് ഓൺലൈൻ വെബ്സൈറ്റ് ഫോർ ഓൺലൈൻ കൗൺസിലിംഗ്. അതായത് കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മുടെ അതിരിക്കട്ടെ. ഓക്കെ, കൗൺസിലിംഗ് സെന്റർ ആണ്. കൗൺസിലിംഗ് സെന്ററിനകത്ത് പിന്നെ ആൾക്കാർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അത് കൗൺസിലിംഗ് കൊടുത്ത് സോൾവ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സെന്റർ ആണ്. അപ്പൊ അതിന് പറ്റിയ ഒരു 1 പേജ് വെബ്സൈറ്റ് ഉണ്ടാക്കി തരാൻ ജസ്റ്റ് ഡയറക്റ്റ് കമാൻഡ് കൊടുത്തിരിക്കുക. ക്രിയേറ്റ് എ 1 പേജ് വെബ്സൈറ്റ് ഫോർ ഓൺലൈൻ. ഓക്കെ, 1 പേജ് വെബ്സൈറ്റ് ഫോർ ഓൺലൈൻ കൗൺസിലിംഗ് ഫോർ കപ്പിൾസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഈ ഒരു ജസ്റ്റ് ഒരു കമാൻഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇന്ന് എൻക്വയറീസ് വരണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഫോൺ നമ്പർ ഒക്കെ ആഡ് ചെയ്യണം. വെബ്സൈറ്റിനകത്ത് ഫോൺ നമ്പർ ആഡ് ചെയ്തെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കോൾസ് വരുന്നുള്ളൂ. അപ്പം ഗെറ്റ് കോൺടാക്റ്റഡിൽ നമ്മുടെ ഫോൺ നമ്പറോ വാട്സാപ്പ് നമ്പറോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫോൺ നമ്പറോട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തനിയെ വെബ്സൈറ്റ് ഉണ്ടാക്കുക. അത് ഡിസ്ക്രിപ്ഷൻ തന്നെ എഴുതുന്നുണ്ട്. ഇമേജുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ 2 കൈകളും ഫ്രീ ആണ്. ഇത് തന്നെയാണ് ഇപ്പൊ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മിച്ചു കഴിഞ്ഞു ആൾമോസ്റ്റ്. ഓക്കെ, വെബ്സൈറ്റ് അത് തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ഒരു വെബ്സൈറ്റിന് അതൊരു പേര് കൊടുത്തു. കപ്പിൾസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തു. ഒരു ലോഗോ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളും ഇത് എഴുതിയിരിക്കുന്നു. ഓക്കെ, ചില ഇമേജുകളൊക്കെ അത് എടുത്തിരിക്കുന്നു. ഇതെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജുകളാണ്. നമുക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ റീജനറേറ്റ് സ്റ്റൈൽ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റൈൽ അത് മാറ്റി തരും. വെബ്സൈറ്റിന്റെ സ്റ്റൈൽ മാറ്റി തരും. ഇപ്പോൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സൈറ്റാക്കി മാറ്റും. വീണ്ടും റീജനറേറ്റ് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റൈൽ വീണ്ടും മാറ്റി തരും. ഈ കിട്ടിയിരിക്കുന്ന വെബ്സൈറ്റിനെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, കൗൺസിലിംഗ് സെന്ററിന്റെ പേര് ഗാലക്സി കൗൺസിലിംഗ് എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ ഈ പേരും ലോഗോയും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. കസ്റ്റമൈസ് ബ്രാൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം മാറ്റാൻ സാധിക്കും. ഓക്കെ, ഞാനിത് ഗാലക്സി കൗൺസിലിംഗ് എന്ന് ആക്കുകയാണ്. ഗാലക്സി കൗൺസിലിംഗ് എന്നാണ് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ ഞാനത് കൊടുക്കുന്നു. ഇവിടെ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ലോഗോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വേറൊരു ലോഗോ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഇമേജുകൾ വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ അവർ തരുന്ന ഇമേജുകൾ കൊണ്ട് തൃപ്തിപ്പെടണം എന്നുള്ളതല്ല. ഞാനിവിടെ വേറൊരു ലോഗോ ആഡ് ചെയ്തു. ഇതേപോലെ ഓരോ കണ്ടന്റും ഇതിനകത്ത് ഇരിക്കുന്ന ഓരോ കണ്ടന്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് ലിങ്ക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ഇതിനകത്ത് ഇമേജ് ഒക്കെ മാറ്റാൻ സാധിക്കും. സൈറ്റിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഇമേജോ വീഡിയോ എന്ത് വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇതിപ്പോ സെക്കൻഡ് സ്റ്റേജിലേക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, ഇവിടേക്ക് വരുമ്പോൾ ഇതിന്റെ പെയ്ഡ് പ്ലാനിലേക്ക് പോകണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പെയ്ഡ് പ്ലാൻ ഉണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് AI ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന Mixo.io എന്ന് പറയുന്ന സൈറ്റാണ്. ഇതിന്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിന്റെ പെയ്ഡ് വേർഷനും ഉണ്ട്, പൈസ കൊടുത്തിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ പെയ്ഡ് വേർഷൻ ചോദിക്കുകയാണെങ്കിൽ പെയ്ഡ് വേർഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് സൈറ്റ്സ് എന്ന് കിട്ടും. സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. എഡിറ്റ് സൈറ്റ് കൊടുത്ത് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. എഡിറ്റ് സൈറ്റിലേക്ക് വരും വീണ്ടും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ സാധിക്കും. ഓക്കെ, ഇതിനകത്തുള്ള ഓരോ പേജിനകത്തുള്ള കണ്ടന്റ് നമുക്ക് മാറ്റാനൊക്കെ സാധിക്കും. ഇനി ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് തന്നെ എടുക്കുകയാണ്. പബ്ലിഷ് എന്ന് കൊടുക്കുകയാണ്. പബ്ലിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനുള്ള ലിങ്ക് ആയിട്ട് തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് കിട്ടണമല്ലോ. അപ്പൊ ഇതാണ് ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അതിന്റെ
സൈറ്റ് കോഡുകളൊക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന സംഭവമാണ്. സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വലിയ കോഡിംഗ് ഒക്കെ പലപ്പോഴും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈനലൈസിങ് സൈറ്റ് പബ്ലിഷ്. ഇപ്പൊ നമുക്ക് ലിങ്ക് കിട്ടും. ലിങ്ക് ഞാൻ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സൈറ്റിനകത്ത് ഫ്രീ വേർഷൻ ഓക്കെയാണ്. സിംഗിൾ പേജ് വെബ്സൈറ്റ് ആണെങ്കിൽ. കൂടുതൽ പേജുകളുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഗാലക്സി കൗൺസിലിംഗ് എന്ന് പറയുന്ന കൗൺസിലിംഗ് സെന്ററിന്റെ വെബ്സൈറ്റ് നമുക്ക് എത്ര നിമിഷ നേരം കൊണ്ടാണ് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കിട്ടിയ ലിങ്ക് ഞാനിവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഞാനിവിടെ ചാറ്റ് വിൻഡോയിൽ. ഇതിന് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചാറ്റ് വിൻഡോയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് ഫ്രീ വേർഷനിലുള്ള പോരായ്മ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫ്രീ വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കസ്റ്റം ഡൊമൈൻ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. mixo.io/site ഗാലക്സി കൗൺസിലിംഗ് എന്നൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിന് www.galaxycounseling.com എന്നൊക്കെ ഒരു സൈറ്റാക്കി മാറ്റണമെങ്കിൽ ഇതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് മാറിയാലായിരിക്കും സാധിക്കുന്നത്. പക്ഷേ ഫ്രീ വേർഷൻ നമുക്കറിയാം. ഫ്രീ വേർഷന് മന്ത്ലി റെന്റോ ഇയർലി റെന്റോ ഒന്നുമില്ല. സൗജന്യമായിട്ട് ഉപയോഗിക്കാം. ഒരു സിംഗിൾ പേജ് 1 പേജ് വെബ്സൈറ്റ് ആണ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്നത്. 1 പേജ്, ഒരു സിംഗിൾ പേജ് ഉള്ള വെബ്സൈറ്റ് ആണ് ഫ്രീ വേർഷനിൽ നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഇത് ട്രൈ ചെയ്യാം. നല്ലൊരു ടൂളാണ് mixo.io എന്ന് പറയുന്നത്. യാതൊരു കോഡിങ്ങും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാം, കമാൻഡ് കൊടുത്തു. ഓക്കെ ഓക്കെ ഈ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സൈറ്റിനെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. ബിറ്റ്ലി യൂസ് ചെയ്ത് ഷ്രിങ്ക് ചെയ്യാൻ സാധിക്കും. അതെ, ഇതിന്റെ ലെങ്ത് കുറയ്ക്കാനൊക്കെ സാധിക്കും നമുക്ക്. ഓക്കെ, മറ്റൊരു ടൂളിലേക്ക് ഇതിനെല്ലാം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് ചില ടൂൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്ത ടൂളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് ഒന്ന് കമന്റ് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ടൂൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാം. റെഡിയാണോ? നെക്സ്റ്റ് ടൂൾ ഇപ്പൊ നമ്മൾ കണ്ടത് മിക്സോ ആണ്. ഓക്കെ, റെഡിയാണ്. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നിട്ടിരിക്കും. മറ്റ് ചില ടോപ്പിക്സ് നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ടാണ് ചില ടൂൾസ് എല്ലാം പരിചയപ്പെട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ തരാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് Gamma.app എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, PPT. നമുക്ക് പലപ്പോഴും നമ്മുടെ ബിസിനസിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ഒക്കെ പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കേണ്ടി വരും. അതിന് ഈ ഒരു സൈറ്റ് അഥവാ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാസ്കോഡ ഗാമ ഓർത്താൽ മതി, Gamma.app. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു കമാൻഡ് കൊടുത്താൽ മതി, അത് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിച്ചു തരും. ഞാനൊരു പുതിയ വിൻഡോയിൽ Gamma.app സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. Gamma.app ഓപ്പൺ ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു അക്കൗണ്ട്, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്ത് ഒരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇവിടെ വന്ന് നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെന്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡ് കൊടുത്ത് പവർ പോയിന്റ് ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് വേണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പവർ പോയിന്റ് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതാണ് നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇതിനെ പറ്റിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷന് എത്ര സ്ലൈഡ് ഉണ്ടായിരിക്കണം, ആ സ്ലൈഡിലെല്ലാം ഓരോന്നിലും എന്തെല്ലാം കണ്ടന്റ് വേണം, അതാണ് ഔട്ട്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഔട്ട്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്ലൈഡിൽ എന്ത് വേണം? ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സെക്കൻഡ് സ്ലൈഡിൽ റൈസ് ഓഫ് AI, ആപ്ലിക്കേഷൻസ് ഓഫ് AI, ബെനിഫിറ്റ്സ് ഓഫ് AI. ഇങ്ങനെ ഓരോ സ്ലൈഡിലും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് വേണം എന്നുള്ളതാണ് ഈ ഔട്ട്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഔട്ട്ലൈനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്ന ഒരു സ്ലൈഡ് എനിക്ക് 5ാം സ്ഥാനത്ത് വേണമായിരുന്നു ഇരിക്കട്ടെ. എക്സാമ്പിൾസ് ഓഫ് AI. അപ്പൊ എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്നത് ഇവിടെ ഒരു കാർഡായിട്ട് ആഡ് ചെയ്യുക. ആഡ് കാർഡ് കൊടുക്കുക. നമുക്കിവിടെ എക്സാമ്പിൾസ് ഓഫ് AI കൊടുക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്നത് നമുക്ക് 5ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് നീക്കി 5ാം സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കാം. നമുക്കതിനെ ഓർഡർ ഇതേപോലെ മാറ്റാൻ പറ്റും, മുകളിലേക്കോ താഴേക്കോ. ഓക്കെ,
ഇനി എന്ന് പറയുന്നത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്റ്റൈല് ചൂസ് ചെയ്യണം. നമുക്കറിയാം പവർ പോയിന്റ് പ്രസന്റേഷന് പലതരത്തിലുള്ള സ്റ്റൈലുകളുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു സ്റ്റൈൽ ഇവിടെ ചൂസ് ചെയ്തു. എന്ന് പറയാം തീം ചൂസ് ചെയ്തിട്ട് ജനറേറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നടക്കുന്നത് നോക്കാം. അത് തനിയെ പവർ പോയിന്റ് ഉണ്ടാക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, അത് നിർമ്മിച്ച് തുടങ്ങി കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, എന്റെ 2 കൈകൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. ഞാൻ ഒന്നും ചെയ്തില്ല. റൈസ് ഓഫ് എ സെക്കൻഡ് പവർ സ്ലൈഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണത്. ആപ്ലിക്കേഷൻസ് ഓഫ് എ 3ാമത്തെ സ്ലൈഡിലേക്ക് അത് കടന്നു കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് നിർമ്മിക്കുന്നത് നോക്കിയേ. ബെനിഫിറ്റ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അടുത്ത സ്ലൈഡിലേക്ക് കടന്നു. എക്സാമ്പിൾസ് ഓഫ് എ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ്. എക്സാമ്പിൾസ് ഓഫ് എ അത് നിർമ്മിക്കുന്നു. എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ എ, ഫ്യൂച്ചർ ഓഫ് എ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രസന്റേഷൻ ആണ്. കൺക്ലൂഷൻ, ലാസ്റ്റ് സ്ലൈഡായിട്ട് കൺക്ലൂഷൻ അത് നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനെ നമുക്ക് ഇനിയും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഇമേജ് എല്ലാം അത് തന്നെ കണ്ടുപിടിച്ചു. ഇമേജ് ഒക്കെ തനിയെ അത് ജനറേറ്റ് ചെയ്തു. അപ്പൊ ഈ ഇമേജ് ഒക്കെ മാറ്റണമെങ്കിൽ, ഇമേജോ കണ്ടിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇനി മാറ്റാൻ സാധിക്കും. ഇനി എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഈ ഫോട്ടോ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഫോട്ടോയ്ക്ക് പകരം വേറൊരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഫോട്ടോ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനെ നമുക്ക് 100% കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ എടുക്കുന്നത്? ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഗാമയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കാൻ എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആസ് PDF ഉണ്ട്, എക്സ്പോർട്ട് ആസ് പവർ പോയിന്റും ഉണ്ട്. ഇപ്പൊ PDF അല്ല, നമുക്ക് പവർ പോയിന്റ് തന്നെ ഔട്ട്പുട്ട് എടുക്കാം. ജസ്റ്റ് എക്സ്പോർട്ട് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ ഇത് gamma.app എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആ പവർ പോയിന്റ് പ്രസന്റേഷൻ ഡൗൺലോഡ് ചെയ്യപ്പെടും. ഈ ഡൗൺലോഡ് ചെയ്യപ്പെട്ട പവർ പോയിന്റിനെ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് വന്നതിന് ശേഷം നമുക്കത് കാണാം. വന്നു കഴിഞ്ഞു, അത് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ഇതിപ്പോ PPTയിൽ ഇതിപ്പോ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ നമുക്ക് എത്ര സമയമാണ് എടുത്തതെന്ന് ആലോചിച്ച് നോക്കി. ഇത് ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഈ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ PPT എന്ന് പറയുന്നത്. ഇതുണ്ടാക്കാൻ നമുക്ക് എത്ര സമയം എടുത്തു എന്ന് ആലോചിച്ച് നോക്കി. അതേസമയം നമ്മൾ തനിയെ 0യിൽ നിന്ന് ഇത് ബിൽഡ് ചെയ്യാനാണെങ്കിൽ എത്ര സമയം എടുക്കേണ്ടി വരും? ഓക്കെ, ഇതിൽ മെയ്ഡ് വിത്ത് ഗാമ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അന്നേരം തന്നെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, മെയ്ഡ് വിത്ത് ഗാമ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാൻ സാധിക്കും ഓരോ സ്ലൈഡിലും. ഇതിനകത്തും ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെങ്കിലോ റിമൂവ് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യണമെങ്കിലോ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ടൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള സംഗതികൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒരുപാട് സമയം കളയുന്നതിന് വരെ സ്മാർട്ടായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് നമ്മുടെ ജോലികൾ എളുപ്പമാക്കുക, കൂടുതൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഫ്രീ വെർഷനും ഉണ്ട്, പെയ്ഡ് വെർഷനും ഉണ്ട്. ഫ്രീ വെർഷനിൽ തന്നെ ഒരുപാട് ഇതേപോലത്തെ പവർ പോയിന്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. അതിന്റെ ഫ്രീ വെർഷന്റെ പരിധി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പെയ്ഡ് വെർഷൻ ഉണ്ട്. പെയ്ഡ് വെർഷനിലേക്ക് പോകാതെ ചെയ്യണമെങ്കിൽ വേറെ അക്കൗണ്ടിൽ വീണ്ടും ഗാമയുടെ അക്കൗണ്ട് എടുക്കുക, വേറെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് വീണ്ടും ഗാമയുടെ അക്കൗണ്ട് എടുക്കുക. അപ്പൊ ഇതൊരു കിഡിലൻ ടൂളാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇമേജ് നിർമ്മിക്കുന്ന മറ്റൊരു ടൂളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കമാൻഡ് കൊടുത്തുകൊണ്ട് ഇമേജ് നിർമ്മിക്കാൻ പറ്റുന്നത്? പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ഡിസൈൻസ് ഉണ്ടാക്കേണ്ടി വരും. ബ്രോഷറോ പോസ്റ്ററോ അങ്ങനെയുള്ള പല സംഗതികളും നമ്മൾ നിർമ്മിക്കേണ്ടി വരും. ലോഗോ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് AI ടൂൾസ് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ കാണിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് bing.com/create എന്ന് പറയുന്ന മറ്റൊരു ടൂളാണ് കാണിക്കുന്നത്. bing.com/create, അതായത് AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ്. ഓക്കെ, ഇത് ചെറിയ പുള്ളിയൊന്നുമല്ല, മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. അപ്പൊ ഞാനിവിടെ ഈ ഒരു സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൊരു കമാൻഡ് കൊടുക്കുന്നത് കാണിക്കാം. bing.com/create, ഇതിന്റെ പുതിയ പേര് കോപ്പൈലറ്റ് എന്നാണ് ഇതിന്റെ പുതിയ പേര്. ഓക്കെ,
ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കമാൻഡിന് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഈ ക്ലാസ്സിൽ ഇടയ്ക്ക് പ്രോംപ്റ്റ് എന്ന് പറയും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മറ്റൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുക്കുന്നതിനാണ് പ്രോംപ്റ്റ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളായ കോപ്പൈലറ്റിൽ വന്നിട്ട് ഇവിടെയാണ് നമുക്ക് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്. ചോദിച്ചു കഴിഞ്ഞ് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഇമേജ് ഉണ്ടാക്കി തരും. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് നോക്കിയുള്ളൂ. ഓക്കെ, എനിക്കൊരു പെർഫ്യൂമിന്റെ ബിസിനസ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഇമേജ് വേണം. ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. 3D റെൻഡർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള 3D ഷേപ്പിലുള്ള നല്ല ഇമേജ് കിട്ടാൻ 3D റെൻഡർ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ബ്രാൻഡ് നെയിം ഫ്രാഗ് മാജിക്, അതായത് എന്റെ ബ്രാൻഡ് നെയിമും കൂടെ ചേർത്തിട്ടുള്ള ബോട്ടിലിന്റെ ഡിസൈനാണ് എനിക്ക് ഉണ്ടാക്കി തരേണ്ടത്. അപ്പൊ ഇതാണ് എന്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ ഇത് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ റിയൽ ടൈം ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഗൂഗിളിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്തുമല്ല. ഇത് തനിയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമേജുകൾ ഒന്നിന് പകരം 4 എണ്ണം ഉണ്ടാക്കി തരും. നോക്കിയാൽ 4 ഇമേജുകൾ ഇപ്പോൾ ഉണ്ടാക്കി തന്നതാണ്. എത്ര മനോഹരമായിട്ടുള്ള ഇമേജുകളാണ് ഉണ്ടാക്കി തന്നത് നോക്കിയാൽ. നോക്കിയാൽ ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം അതിനകത്ത് വന്നിരിക്കുന്നു. നമ്മൾ കൊടുത്ത ബ്രാൻഡ് നെയിം അതിനകത്ത് വന്നിരിക്കുന്നു. ഇത് മറ്റൊരു ഇമേജ്, അതിനകത്ത് ഫ്രാഗ് മാജിക് എന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഇമേജ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ ഒരു നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് ഇതേപോലെ നല്ല കിടിലൻ ഇമേജുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ നിമിഷ നേരം കൊണ്ട് ഇത് നിർമ്മിക്കാൻ സാധിച്ചു. ഇനി ഇതിനകത്ത് നമ്മുടെ ലോഗോയോ ഫോൺ നമ്പറോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിലും അതും സാധിക്കും. ഇതിവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ ഈ ഇമേജിനെ തന്നെ നമ്മൾ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതിന് മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു ടൂളിനകത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. നോക്കി, അത് ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് വന്നിട്ട് നമുക്ക് ഫോൺ നമ്പറും ലോഗോയും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാൻ എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഡിസൈനർ ആണ് അവിടെ ഓപ്പൺ ആയത്. ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വരുമ്പോൾ പലരുടെ ജോലി നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നിലനിൽക്കുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി കാണും. ഇപ്പോൾ ഒരു ഡിസൈനർ നല്ല ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവരാണ്, അയാൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അയാളുടെ ജോലി നഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് മാറിക്കഴിഞ്ഞല്ലോ. അതേസമയം അവരുടെ ജോലിയിൽ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയാണെങ്കിൽ ആ ഫീൽഡിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ മുന്നേറാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല ടൂൾസും വരുമ്പോൾ പലർക്കും ത്രെട്ട് തന്നെയാണ്. ഇത് ഉപയോഗിക്കാതിരിക്കുന്നവർക്കാണ് ഇതിന്റെ ഭീഷണി ഉണ്ടാവുന്നത്. ഇത് ഉപയോഗിച്ച് മുന്നേറുന്നവർക്ക് നല്ല കമ്പനികളിൽ ജോലിക്ക് കയറാൻ സാധിക്കും, അവരുടെ സമയം ലാഭിക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ടെക്നോളജിയെ നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ടെക്നോളജിയോടൊപ്പം മുന്നേറാനേ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ച ഒരു സിമ്പിൾ കമാൻഡ് ആണ്. ഇത് തന്നെ നമുക്ക് ബിങ്ങിനകത്ത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കമാൻഡ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഞാൻ മറ്റൊരു കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ഇതിന്റെ ഔട്ട്പുട്ട് ഞാനൊന്ന് കാണിക്കാം, ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇതിനകത്ത് കൊടുത്ത കമാൻഡ് എന്താണ് എന്നുള്ളത് കാണിക്കാം. ഇത് ഞാൻ bing.com/create തന്നെയാണ് കൊടുക്കുന്നത്. കമാൻഡ് കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. ഇപ്പൊ അത് ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടോന്ന് നോക്കാം. ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഒന്നിനു പകരം 4 തരുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് 4 തരുന്നത്. സാധാരണഗതിയിൽ 4 ഇപ്പൊ എനിക്ക് 3 കിട്ടിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത്. കമാൻഡ് കൊടുത്തപ്പോൾ കിട്ടിയ ഇമേജ് ഇതാണ്. എന്തായിരുന്നു ആക്ച്വലി എന്റെ കമാൻഡ്? ഞാനിവിടെ ഒന്ന് ഡീകോഡ് ചെയ്ത് കാണിക്കാം. അതായത് ഇന്ത്യയിലുള്ള ഒരു പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പം ഒരു പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ ബാക്കിൽ വന്നിട്ടുണ്ട്. ഒരു പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു. പിന്നെ 20 വയസ്സുള്ള ഒരു പെൺകുട്ടി കാഷ്വൽ ആയിട്ടുള്ള യെല്ലോ ഷർട്ട് ധരിച്ചിരിക്കണം, മഞ്ഞ ഷർട്ട് ധരിച്ചിരിക്കണം, ലക്ഷറി വാച്ചും ലക്ഷറി ഗ്ലാസും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, മഞ്ഞ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വില കൂടിയ കണ്ണാടി, വില കൂടിയ പിന്നെ വാച്ചും എല്ലാം ധരിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഹെയർ ആയിരിക്കണം. സിറ്റിംഗ് ഓൺ എ വൈറ്റ് സിറ്റിംഗ് നിയർ എ വൈറ്റ് സുപ്ര MK6 എന്ന് പറയുന്ന ഒരു കാറിന്റെ സൈഡിൽ ഇരിക്കണം. സുപ്ര MK6 എന്ന് പറയുന്ന ഒരു ലക്ഷറി കാറാണ്, അതിന്റെ സൈഡിൽ ഇരിക്കണം. സാൻഡ്ര എന്ന് പറയുന്ന പേര്, സാൻഡ്ര എന്ന് പറയുന്ന
പേര് ആ നമ്പർ പ്ലേറ്റിൽ വേണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ സാൻഡ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ആൾമോസ്റ്റ് സാൻഡ്ര എന്ന് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡിന് അനുസരിച്ച് അത് ഇമേജ് ഉണ്ടാക്കി തരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതേപോലത്തെ കമാൻഡ് ഉണ്ടാക്കാനും നമുക്ക് ഈ ടൂളിനകത്ത് ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇമേജുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് എക്സാമ്പിൾസും അതിന്റെ കമാൻഡുകളും ഉൾപ്പെടെയുള്ള സംഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഇമേജ് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് അതിന്റെ മുകളിൽ മൗസ് വയ്ക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് രീതിയിലുള്ള ഇമേജ് ആണോ വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ഇമേജ് കമാൻഡ് കൊടുത്ത് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളായ ബിങ് ഉപയോഗിച്ച് നമുക്ക് ഏത് ടൈപ്പിലുള്ള ഇമേജും കമാൻഡ് കൊടുത്ത് വെച്ച് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ പെയ്ഡ് വെർഷൻ ആണോ ഫ്രീ വെർഷൻ ആണോ ഉപയോഗിക്കുന്നതെന്ന് സഞ്ജയ് സാർ ചോദിച്ചിട്ട് ഫ്രീ വെർഷൻ ആണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാം ഫ്രീ വെർഷൻ ആണ്. ഇനി കാണിക്കാൻ പോകുന്ന ടൂൾസും ഫ്രീ വെർഷൻ ആണ്. ഓക്കെ, ഈ കോപ്പൈലറ്റിന്റെ പെയ്ഡ് വെർഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ഫ്രീ വെർഷൻ തന്നെയാണ്. നേരത്തെ കാണിച്ച മിക്സോയും ഫ്രീ വെർഷൻ ആയിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കിടക്കാം. അതെന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമേജുകളോ പോസ്റ്ററുകളോ ഒക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ. ഈ കേസിൽ നമുക്ക് കമാൻഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് സെർച്ച് ചെയ്ത് നല്ല ഡിസൈൻസ് എടുത്ത് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാം. ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ, അതായത് ജീവിതത്തിൽ ഇതുവരെ ഒരു ഡിസൈനും ചെയ്തിട്ടില്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്ന ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാനിത് എന്തിനെ ബേസ് ചെയ്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും ഗ്രാഫിക് ഡിസൈനിന്റെയും ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പെയ്ഡ് പാർട്ടിസിപ്പൻസിലുള്ളവരെല്ലാം ക്യാൻവ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. നേരത്തെ ഫോട്ടോഷോപ്പ് അറിയാവുന്നവർ പോലും ക്യാൻവ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആണ്, പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഗ്രാഫിക് ഡിസൈൻ, ബ്രോഷറോ പോസ്റ്ററോ എന്ത് സാധനം ഡിസൈൻ ചെയ്യാൻ ഈ ക്യാൻവ ഉപയോഗിക്കാം. കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ canva.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം. മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും ആപ്പിളിന്റെ ഫോണിലും അവൈലബിൾ ആണ്. നമുക്ക് canva.com എന്ന് പറയുന്ന സൈറ്റ് തന്നെ എടുക്കാം. ഓക്കെ, canva.com എന്ന് പറയുന്ന സൈറ്റ് എടുത്ത് നമ്മൾ അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണോ വേണ്ടത് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഇതാണ്. ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് കൊടുക്കുക. ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുന്ന ഇൻഷുറൻസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് വേണം. നമ്മളത് സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിന് പറ്റിയ ടെംപ്ലേറ്റ്സ് ഇതേപോലെ കാണിക്കും. ഓക്കെ, ഈ ടെംപ്ലേറ്റ്സിനെ നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. നമ്മുടെ ലോഗോയും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട്. ഈ വന്നിരിക്കുന്ന എല്ലാം ഫ്രീ അല്ല, 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. ഈ വന്നിരിക്കുന്നതിൽ 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്, 50% പെയ്ഡ് ആണ്. ഇപ്പൊ ഫ്രീയും പെയ്ഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഓൾ ഫിൽറ്റേഴ്സ് എടുക്കുക. ഓൾ ഫിൽറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇടതുവശത്ത് ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിനകത്ത് ഫ്രീ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പൊ ഫ്രീ ആയിട്ടുള്ളത് മാത്രം ആയിരിക്കും അവിടെ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫ്രീ കൊടുത്തത് ഈ കാണുന്നത് എല്ലാം ഫ്രീ ടെംപ്ലേറ്റ്സ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്ത് ചേഞ്ചസ് ആയിരിക്കും എനിക്ക് വരുത്തേണ്ടത്? ഇൻഷുറൻസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും, വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ അതൊക്കെ ഡമ്മി ആയിരിക്കും. ലോഗോ ചേഞ്ച് ചെയ്യേണ്ടി വരും, എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഏത് ബിസിനസ്സിനുള്ളതും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങളുടെ ബിസിനസ്സിന് പറ്റിയത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ലോഗോയും കണ്ടന്റും ഒക്കെ വെച്ച് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്ന കാണിക്കാം. നിങ്ങളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് ഉണ്ടോ എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്ത് കാണിക്കാം. 1-2 പേരുടെ കാണിക്കാം. നിങ്ങൾ ബിസിനസ് എന്താണെന്ന് ചാറ്റ് വിൻഡോയിൽ ഇടുകയാണെങ്കിൽ 1-2 പേരുടെ ഞാനിവിടെ കാണിക്കാം. എല്ലാവരുടെയും കാണിക്കാനുള്ള ഒരു സമയമില്ല. എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയാണ്? സോളാർ സിസ്റ്റം ചെയ്യുന്നവരുണ്ട്, സഞ്ജയ് മാറാൻ. ഓക്കെ, ജ്വല്ലറി ചെയ്യുന്നുണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം, ആർക്കിടെക്ട്, ബേക്കറി, മെമ്മറി മാനേജ്മെന്റ്, ഗ്രേറ്റ്, സ്കൂള്, ബേക്കറി, ഗ്രേറ്റ്. താങ്ക് യു ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം ആണെങ്കിൽ ഇവിടെ വന്ന് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ട്രാവലിനോ ടൂറിസമെന്നോ ജസ്റ്റ് അത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ സോളാർ സിസ്റ്റംന്നോ സോളാറിനോ
ജസ്റ്റ് സെർച്ച് കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണിക്കും. ഓക്കെ, ഇത് നമ്മുടെ പ്ലാനറ്ററി സിസ്റ്റം ആണ്. സോളാർ എന്ന് ഞാൻ കൊടുക്കുകയാണ്. സോളാർ സിസ്റ്റം അല്ല, ജസ്റ്റ് സോളാർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോളാറുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ടെംപ്ലേറ്റ്സ് എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോളാർ എനർജി കമ്പനി. ഇതിനകത്ത് ഫോൺ നമ്പറും ലോഗോയും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓക്കെ, ജിംനേഷ്യം, GYM ജിംനേഷ്യം കൊടുക്കുന്നു. ഓക്കെ, ജിംനേഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കാം, ഒരെണ്ണം എഡിറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇനി ചാറ്റിൽ കമന്റ് ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും കാണിക്കാത്തത് നമുക്ക് വേറെ ചില ടോപ്പിക്കിലേക്ക് പോകേണ്ടിയുള്ളതുകൊണ്ടാണ്. ഇനി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ ഞാനിവിടെ ഒരു റെസ്റ്റോറന്റ് ആണെന്നിരിക്കട്ടെ. റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ബർഗർ സെല്ല് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ബർഗറിന്റെ ഒരു ഡിസൈൻ വേണം. അതെങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ബർഗർ എന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതേപോലെ കിട്ടി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരെണ്ണം ഡിസൈൻ ചെയ്യണമെന്നിരിക്കട്ടെ. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം 1 മിനിറ്റ് കൊണ്ട്. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുക. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് പോകണം. ഇത് എഡിറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിനെ ഇങ്ങനെ സൂമിൻ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ സൂമിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂമിൻ ചെയ്തിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഡമ്മി ഫോൺ നമ്പറാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുക. അതിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഫോൺ നമ്പറൊക്കെ നമുക്ക് വലുതാക്കാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊക്കെ നമുക്ക് ഇതിന്റെ ഒരു കോർണറിൽ പിടിച്ച് നമുക്ക് ഇതേപോലെ വലുതാക്കാനൊക്കെ സാധിക്കും. ഓർഡർ നൗ എന്ന് കൊടുത്തിരിക്കുന്ന സംഗതി അത് നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം കൂട്ടാം, അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. വെബ് അഡ്രസ്സ് മാറ്റാം. അതിന്റെ പുറത്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വെബ് അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഗാലക്സി കഫേ എന്നാണ് നമ്മുടെ വെബ് അഡ്രസ് എങ്കിൽ ഗാലക്സി കഫേ എന്ന് കൊടുക്കുക. വെബ് അഡ്രസ് ഇല്ല, നമുക്ക് ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുക്കാം. ഇവിടെ ഒരു ലോഗോ വെക്കാനുള്ള ഒരു സ്ഥലം കാണാൻ സാധിക്കും. അവിടെ ഇരിക്കുന്ന ഡമ്മി ലോഗോ റിമൂവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ഇതിനകത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഇമേജുകൾ പുറമേ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്തിട്ട് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗാലക്സി റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഈ ഒരു ലോഗോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തതാണ്. ഇതും യഥാർത്ഥത്തിൽ ഞാൻ ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിനകത്തുള്ള ഒരു ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് ലോഗോ ആക്കിയതാണ്. ഓക്കെ, ആ ലോഗോ ഞാൻ എടുത്തിവിടെ വെച്ചു. നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആക്ച്വലി നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് ആലോചിക്കുക. അതിന് ക്യാൻവ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഓക്കെ, ഇപ്പം ഡൗൺലോഡ് ആയ ഡിസൈനാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്ത വെബ് അഡ്രസ് വന്നിട്ടുണ്ട്, ലോഗോയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മൊബൈലിലും ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഡിസൈൻസ് നമുക്ക് ഈസി ആയിട്ട് മൊബൈലിലും ചെയ്യാൻ സാധിക്കും. അന്നേരം തന്നെ നമുക്ക് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതിൽ ഡിസൈൻ ചെയ്യുന്നത് അന്നേരം തന്നെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ്, മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, മൊബൈലിൽ വന്നതിന് ശേഷം നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ വന്നിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യാം. ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതേപോലെ ലഭിക്കും. ഓക്കെ, ഇതേപോലെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കും. ഇതിനകത്ത് വീഡിയോ ടെംപ്ലേറ്റ്സും ഉണ്ട്, ഫോട്ടോ മാത്രമല്ല വീഡിയോ ടെംപ്ലേറ്റ്സും ഉണ്ട്. ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ ക്യാൻവ എന്ന് പറഞ്ഞ് കിട്ടും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ടെംപ്ലേറ്റ്സ് ഇതിനകത്ത് ലഭിക്കും. ഇൻസ്റ്റാഗ്രാമിനുള്ളതുണ്ട്, ഫേസ്ബുക്കിനുള്ളതുണ്ട്, ലോഗോയ്ക്കുള്ളതുണ്ട്, ബ്രോഷറിനുള്ളതുണ്ട്. പിന്നെ ഓക്കെ, ഇതേപോലെ ഫേസ്ബുക്ക് പോസ്റ്റ്, വീഡിയോസ്, ഫേസ്ബുക്ക് വീഡിയോസ്, ലോഗോസ്, ഫേസ്ബുക്ക് ആഡ്, യൂട്യൂബ് തംബ്നെയിൽ, അങ്ങനെ പോകുന്നു. ബാനർ ഇമേജുകൾ, വെബ്സൈറ്റിലേക്ക് വെക്കുന്ന ബാനർ ഇമേജുകളൊക്കെ പെട്ടെന്ന് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇതിനകത്ത് 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്, 100% ഫ്രീ അല്ല. ഫ്രീ വേർഷനിലേക്ക് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഫ്രീ വേർഷൻ തന്നെയാണ്.
പെയ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് 500 രൂപയാണ് പെയ്ഡ് വേർഷനിൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ ഓക്കെ ഹൗ ഡു വി പ്രിവെന്റ് 2 or more മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസിങ് ദ സെയിം ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് തടയണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ മാക്സിമം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഒരേ ഡിസൈൻ തന്നെ വേറെ ആൾക്കാരെടുത്ത് ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടി ഇതിനെ തന്നെ മാക്സിമം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ബർഗറിന് പകരം വേറൊരു ഇമേജ് എനിക്ക് എടുത്തു വെക്കാൻ പറ്റും. ഓക്കെ, ആ ബർഗറിന്റെ ഇമേജ് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്തു. അവിടെ ഞാൻ ഇവിടെ എലമെന്റ്സ് എടുത്തിട്ട് ബർഗർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സിമ്പിൾസ് കിട്ടും. അല്ലെങ്കിൽ ബർഗറിന്റെ വേറൊരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടേതായിട്ടുള്ള കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ രീതിയിൽ ഇതിനെ നമുക്ക് യുണീക്ക് ആക്കാനൊക്കെ സാധിക്കും. എന്താ ഇത് എല്ലാം 100% ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എവറിഥിങ് എല്ലാം ചേഞ്ചബിൾ ആണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ആക്ച്വലി ഇപ്പൊ ഞാൻ കാണിച്ച ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു ടൂളിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്ന് കണ്ടു അല്ലെ. പിന്നെ ഏത് ടൈപ്പ് ഡിസൈൻ ചെയ്യാം എന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഈ ഡിസൈൻ മാത്രം ചെയ്താൽ പോരല്ലോ, നമുക്കൊരു പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ കണ്ടന്റും കൂടെ നമ്മൾ എഴുതണം അല്ലേ. നമ്മളത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കണ്ടന്റും കൂടെ എഴുതണം. കണ്ടന്റ് എഴുതാനും നമുക്ക് അടിപൊളി ടൂൾസ് അവൈലബിൾ ആണ്. ChatGPT എന്ന് പറയുന്ന ടൂളുണ്ട്, ബാർഡ് എന്ന് പറയുന്ന ടൂളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന് കണ്ടന്റ്സ് എഴുതിക്കാൻ സാധിക്കും. ഓക്കെ, ChatGPT എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ടൂളാണ്. ഒരു റെവല്യൂഷണറി ടൂളാണ്, ഒരു വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൂളാണ്. ഇനിയും ഉപയോഗിച്ചിട്ടില്ലാത്തവർ ChatGPT ഉപയോഗിച്ച് തുടങ്ങുക. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് chat.openai എന്ന് പറയുന്ന സൈറ്റിൽ വന്നാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ ChatGPT എന്ന് സെർച്ച് ചെയ്താലും മതി. ഇത് കണ്ടന്റ് എഴുതിക്കുന്ന ടൂളാണ്. നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റും ChatGPT കൊണ്ട് എഴുതിക്കാൻ സാധിക്കും, യൂണിക്കായിട്ട് എഴുതിക്കാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ എനിക്കിപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെന്നിരിക്കട്ടെ. ഫേസ്ബുക്ക് പോസ്റ്റിന് പറ്റിയ കണ്ടന്റ് എഴുതിക്കാൻ ഇതിനകത്ത് വന്ന് കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പൊ എനിക്കൊരു ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഉണ്ട്. ആ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ പേര് ഇന്റർ ഡെക്കർ എന്നാണെന്നിരിക്കട്ടെ. ഞാൻ ചെയ്യുന്നത് റെസ്റ്റോറന്റ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഇന്റീരിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റിന്റെയൊക്കെ ഡൈനിങ് ഹാളും കാര്യങ്ങളും ഇന്റീരിയറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോബ് എന്നിരിക്കട്ടെ. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് കമാൻഡ് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ എഴുതി തരും. ഓക്കെ, ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഇന്റർ ഡെക്കർ ടാർഗറ്റിംഗ് റെസ്റ്റോറന്റ് ഓണേഴ്സ്. ഇതാണ് എന്റെ കമാൻഡ്. ഇത് ഞാൻ ഇവിടെ കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് തന്നെ കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുക. അറ്റൻഷൻ റെസ്റ്റോറന്റ് ഓണേഴ്സ്, ആർ യു ലുക്കിംഗ് ടു ട്രാൻസ്ഫോം യുവർ ഡൈനിങ് സ്പേസ്. റെസ്റ്റോറന്റ് ഓണേഴ്സിനെ അഡ്രസ് ചെയ്തൊക്കെ രീതിയിലാണ് അതിന്റെ കണ്ടന്റ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഹാഷ്ടാഗുകൾ ഉൾപ്പെടെയാണ് എഴുതിരുന്നത്. ഓക്കെ, ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടാൻ ഇതേപോലെ ഹാഷ്ടാഗുകൾ കൊടുക്കണം. ഈ ഹാഷ്ടാഗുകൾ ഉൾപ്പെടെ ഇത് ഡിസൈൻ ചെയ്ത് തന്നു. ഹാഷ് ഇന്റർ ഡെക്കർ എന്ന് കൊടുക്കണം, ഹാഷ് റെസ്റ്റോറന്റ് ഡിസൈൻ, എലിവേറ്റ് യുവർ സ്പേസ്, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കമാൻഡ് തരുവാണ്. ഇന്നും നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റും ഇതേപോലെ കമാൻഡ് കൊടുത്താൽ ഇത് എഴുതിത്തരും. ഇനി നമുക്ക് മലയാളത്തിലേക്ക് വേണമെങ്കിലോ ഇത് ഇൻ മലയാളം എന്ന് കമാൻഡ് കൊടുത്താൽ മതി. പക്ഷേ ChatGPTക്ക് മലയാളം അത്ര അറിയത്തില്ല. മലയാളത്തിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അതിന് മറ്റൊരു ടൂൾ ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താം. നോക്കി, ഇൻ മലയാളം എന്നോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്നോ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മലയാളത്തിൽ എഴുതിത്തരും. ഓക്കെ, ഇൻ മലയാളമാണ് ഞാൻ കൊടുത്തത്. അത് മലയാളത്തിൽ എഴുതുന്നുണ്ട്, പക്ഷെ മലയാളം തെറ്റാണ്. ChatGPTയുടെ മലയാളം തെറ്റാണ്. അപ്പൊ മലയാളം കണ്ടന്റ് എഴുതിക്കാൻ ChatGPT ഉപയോഗിക്കരുത്. അതിന് പകരം നമുക്ക് ബാർഡ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ ബാർഡ് എന്ന് പറയുന്ന ടൂൾ, ChatGPTയും ബാർഡും രണ്ടുപേരും തമ്മിൽ ഭയങ്കര മത്സരമാണ്. ChatGPT എന്ന് പറയുന്ന ഓപ്പൺ എ എന്ന് പറയുന്ന കമ്പനിയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഓപ്പൺ എയെ സപ്പോർട്ട് ചെയ്യുന്നത് ചെറിയ പുള്ളിക്കാരനൊന്നും അല്ല, മൈക്രോസോഫ്റ്റ് ആണ്. ഓപ്പൺ എക്ക് ഫണ്ടൊക്കെ കൊടുക്കുന്നത്, ഫണ്ടിങ് എല്ലാം ചെയ്യുന്നത് ChatGPTയുടെ ഫണ്ടിങ് ഒക്കെ ചെയ്യുന്നത്, അതിന്റെ ഡിസൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് ആണ്. ബാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിന്റെ പുതിയ പേര് ജെമിനി എന്നാണ്. ഈ ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെതാണ്. രണ്ടു കൂട്ടരും തമ്മിൽ വലിയ മത്സരമാണ്. അപ്പം ഇംഗ്ലീഷിലാണ് കണ്ടന്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാം, ബാർഡ് ഉപയോഗിക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ. കാരണം രണ്ടും ഇംഗ്ലീഷ് കണ്ടന്റിന് ഓക്കെയാണ്. മലയാളത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ബാർഡ് ഉപയോഗിക്കാം. ബാർഡിനകത്ത് മലയാളം കണ്ടന്റ് എഴുതിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഓക്കെ, ബാർഡ് യൂസ് ചെയ്യാൻ ജസ്റ്റ് ഗൂഗിൾ എടുത്ത് BARD.google.com അല്ലെങ്കിൽ ഗൂഗിൾ ബാർഡ് എന്നോ സെർച്ച് ചെയ്താൽ മതി. BARD.google.com അടിച്ചാലും മതി. അത് നേരെ Gemini.google.com പോകും. ഒരു മാസം മുമ്പാണ് ഇതിന്റെ പേര് മാറ്റിയത്.
ജെമിനി എന്നാക്കിയത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ bard.google.com എൻ്റർ ചെയ്യുവാണ്. ഓക്കെ, അത് നേരെ gemini.google.com gemini.google.com എന്ന് കൊടുത്താലും മതി. ഇവിടെ വന്ന് നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് വേണം എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഇതിനകത്ത് നമുക്ക് ബ്രാൻഡ് നെയിംസ് ഒക്കെ ഉണ്ടാക്കാനും പരസ്യവാചകങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു പരസ്യവാചകം എഴുതുന്നത് തന്നെ കാണിക്കാം. ഓക്കെ, പരസ്യവാചകം ഇപ്പോൾ ഒരു ഫുഡ്വെയർ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നിരിക്കട്ടെ, ചെരുപ്പിന്റെ ബിസിനസ് ആണ്, ഫുഡ്വെയർ ബിസിനസ് ആണ്. അപ്പൊ എനിക്ക് 10 ടാഗ് ലൈൻസ് ഉണ്ടാക്കി തരാൻ പറയുകയാണ്. പരസ്യവാചകം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ മൈജി വേറെ റേഞ്ച് ആണെന്ന് പറയുന്ന ഒരു പരസ്യവാചകമാണ്. അപ്പം മിൽമ പാലിന്റെ പരസ്യവാചകം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്നതാണ് അതിന്റെ പരസ്യവാചകം. പിന്നെ അങ്ങനെ പരസ്യവാചകങ്ങൾ ഓരോ കമ്പനികൾക്കും പ്രോഡക്റ്റും ഒക്കെ നമ്മൾ ടി വിയിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ പത്രത്തിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള പരസ്യവാചകങ്ങൾ വലിയ പൈസ കൊടുത്ത് പല അഡ്വർടൈസിങ് കമ്പനികളെ കൊണ്ടുമായിരിക്കും ഇവർ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ആ കമാൻഡ് ഇവിടെ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് പരസ്യവാചകം ഉണ്ടാക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഇതാണ്, ടാഗ് ലൈൻസ് എന്ന് കൊടുക്കുക. ടാഗ് ലൈൻ ഇപ്പോൾ ഞാൻ 10 എണ്ണം കൊടുക്കുന്നത് പക്ഷേ 10 എണ്ണം ഉണ്ടാക്കി തന്നാൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാമല്ലോ. ഓക്കെ, ഇൻ മലയാളം എന്ന് കൂടെ കൊടുക്കുക അവസാനം. ഇൻ മലയാളം, അതായത് മലയാളത്തിൽ എഴുതി തരാൻ ആവശ്യപ്പെടുക. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കമാൻഡ് എന്താണെന്ന് നോക്കിയേ, ക്രിയേറ്റ് 10 ടാഗ് ലൈൻസ് ഫോർ മൈ ഫുഡ്വെയർ ബിസിനസ് ഇൻ മലയാളം. ഓക്കെ, കമാൻഡ് ഞാനിവിടെ കൊടുക്കുകയാണ്, എൻ്റർ കൊടുക്കുന്നു. അത് എഴുതി തരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അതിവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് 10 എണ്ണം എഴുതി തന്നു. നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. ഇവിടെ ഓക്കെ, ആദ്യത്തെ എഴുതി തന്നിരിക്കുന്ന കാലടികൾക്ക് ആയി യാത്ര തുടങ്ങുന്നത് ഇവിടെ. ഓക്കെ ഓക്കെ, സ്റ്റൈലിനും സുഖത്തിനും ഒരിടം. ചെരുപ്പിന് പറ്റിയൊരു പരസ്യവാചകമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സ്റ്റൈലിനും സുഖത്തിനും ഒരിടം. ഓരോ ചുവടിലും ആത്മവിശ്വാസം. ഓക്കെ ഓക്കെ, ഇത് നല്ലൊരു പരസ്യവാചകമല്ലേ? ഒരു ചെരുപ്പിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പരസ്യവാചകമല്ലേ? ഓരോ ചുവടിലും ആത്മവിശ്വാസം. ഇതേപോലത്തെ 10 എണ്ണമാണ് എഴുതി തന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ചുവട് വെക്കൂ സ്വപ്നങ്ങളിലേക്ക്. ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 10 മോർ എന്ന് കൊടുക്കുക. വീണ്ടും 10 എണ്ണം, 10 20 എണ്ണം വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 20 എണ്ണം എഴുതി തരും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പരസ്യവാചകങ്ങൾ ഇതിനെ കൊണ്ട് എഴുതി, ഇത് യുണിക്കായിട്ട് എഴുതി തരും. ഒരിക്കൽ ചോദിക്കുന്ന ഒരു കമാൻഡിന് അതേ പരസ്യവാചകങ്ങളല്ല പിന്നെ എഴുതി തരുന്നു, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എഴുതി തരുന്നത്. നമുക്ക് തരുന്നതും വേറൊരാൾക്ക് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, വീണ്ടും 10 എണ്ണം എഴുതി തന്നിരിക്കുന്നു. അപ്പം ഇതേപോലെ നമുക്ക് ബ്രാൻഡ് നെയിം ആയിക്കോട്ടെ, പരസ്യവാചകങ്ങൾ, എന്ത് കണ്ടന്റ് നമുക്ക് എഴുതിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള ഇതായിക്കോട്ടെ, ഒരു കഥ എഴുതിക്കണമെങ്കിൽ കഥ എഴുതിക്കാൻ പറ്റും. ഇതെല്ലാം സാധ്യമാണ് ChatGPT, ബാർഡ് പോലുള്ള ടൂള് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്ററെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തുകൂടെ? നമുക്ക് കമാൻഡ് കൊടുത്ത് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അതെ, ഇവിടെ ചാറ്റ് വിൻഡോയിൽ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് അയച്ചിരിക്കുന്നത്. ഇതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ബാർഡിന് ബെറ്റർ ആയിട്ട് മലയാളം കണ്ടന്റ് എഴുതിക്കാൻ സാധിക്കുന്നതിന് കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ടൂള് വർഷങ്ങളായിട്ട് ഗൂഗിളിന് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടന്റ്സ് എഴുതിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ഡിസൈൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ കണ്ടന്റ്സും ഡിസൈനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യണ്ടേ? നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് കിട്ടുകയും ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലാണ് നമുക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ബിസിനസ് നേടുകയും ചെയ്യുന്നത് എങ്ങനെ? അതുകൂടെ ഞാൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, നമുക്കിപ്പോ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ സ്പോൺസേഡ് എന്നുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്ക് എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ, മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ സ്പോൺസേഡ് എന്ന് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്നത് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ്. പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പരസ്യങ്ങളാണ്. ഇതിൽ ചില പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ആ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇതിന് ലീഡ് ജനറേഷൻ എന്ന് പറയും. കസ്റ്റമർ ഡേറ്റ നമുക്ക് ഇതേപോലെ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും.
അവർ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ. ഇതിന് ഫേസ്ബുക്ക് ആഡ്സിന്റെ ലീഡ് ജനറേഷൻ എന്നാണ് പറയുന്നത്. ലീഡ് ജനറേഷൻ. നമുക്ക് എൻക്വയറീസ് കിട്ടും. ചില പരിസ്ഥിതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലേക്ക് പോകും. ചിലത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലേക്ക് എൻക്വയറി വരും. ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പേജ് ഇല്ലാത്തവരാണ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ട്. ഇടതുവശത്ത് പേജസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ പേജ് എന്നൊക്കെ കൊടുത്ത് നമ്മുടെ ബിസിനസിന്റെ പേരൊക്കെ കൊടുത്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കഫേ ആണെങ്കിൽ ഗാലക്സി കഫേ എന്ന് കൊടുക്കുക, നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോഗോ കൊടുക്കുക, ഒരു കവർ പിക്ചറൊക്കെ കൊടുക്കുക. അങ്ങനെ നമുക്കൊരു പേജ് നിർമ്മിക്കാൻ സാധിക്കും. നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് നിർമ്മിക്കാൻ സാധിക്കും. എന്നിട്ട് അതിനകത്ത് ഇടുന്ന പോസ്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ അത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ കമ്പനിയുടെ തന്നെ ചില പേജ് ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഒരു പേജാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പേജസ് ചെയ്യുന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പേജിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പോസ്റ്റുകൾ ഇടാൻ പറ്റുമല്ലോ. ഇതേപോലെ നമുക്ക് പോസ്റ്റുകൾ ഇടാൻ പറ്റും. ഇമേജും കണ്ടന്റും ഒക്കെ കൊടുത്ത് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റും. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പോസ്റ്റിന്റെ അടിയിൽ നമുക്ക് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്റിനകത്ത് പേജിൽ ചെന്ന് പോസ്റ്റ് ചെയ്തെങ്കിലേ ഈ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടത്തുള്ളൂ. പേജിലാണ് ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടുമ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ തന്നെ ഈ ഒരു പോസ്റ്റർ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, 5th ഫ്രൈഡേ, ഏപ്രിൽ 5th ഫ്രൈഡേ ഇന്നത്തെ ക്ലാസ്സിൻ്റെതാണ്. ഇതിനകത്ത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിന്റെ പോസ്റ്റർ ഇടുക, അതിന്റെ കണ്ടന്റും വെച്ചിട്ടുള്ള പോസ്റ്റ് ഇടുക. ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ വിൻഡോയിലേക്ക് വരും. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏത് ലൊക്കേഷനിലുള്ള ആൾക്കാരെ കാണിക്കണം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കാണിക്കണം എന്നൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യും. ഓഡിയൻസ് എന്ന് പറയുന്നത് മെൻ ഓർ വിമൻ, പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്യണോ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 2 കൂട്ടരും വേണോ, ഏജ് ഗ്രൂപ്പ് എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെയാണ് കാണിക്കേണ്ടത്, ഏജ് ഗ്രൂപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ലോവർ ഏജ് ലിമിറ്റ്, അപ്പർ ഏജ് ലിമിറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ ഇപ്പോൾ നമുക്ക് തൃശ്ശൂരുള്ള ആൾക്കാരെ കാണിക്കണമെങ്കിൽ ഇവിടെ തൃശ്ശൂർ എന്ന് കൊടുക്കുക. തൃശ്ശൂർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യും. തൃശ്ശൂർ ലൊക്കേഷൻ ചുറ്റും ഒരു സർക്കിൾ വരും. ഈ സർക്കിളിന്റെ വലിപ്പം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ 2 കിലോമീറ്റർ ചുറ്റളവ് മതിയെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സർക്കിളിനുള്ളിൽ തന്നെ നമുക്ക് ബിസിനസ് ഓണേഴ്സിനെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുക്കാം. ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പരസ്യം കാണിക്കും. ഇനിയല്ല, നമ്മുടെ ഒരു ഹോട്ടലാണ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ആണ്, റെസ്റ്റോറന്റിൽ ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാരെയാണ് പരസ്യം കാണിക്കുന്നെങ്കിൽ ഇവിടെ ഫുഡ് എന്ന് കൊടുക്കുക. ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് പരസ്യം കാണിക്കും. അപ്പൊ അവർ ഫുഡിൽ താല്പര്യമുണ്ടെന്നൊക്കെ എങ്ങനെ ഫേസ്ബുക്ക് മനസ്സിലാക്കുന്നത്? അവർ ഇതിനു മുമ്പ് ഫേസ്ബുക്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ അങ്ങനെയുള്ള പേജ് ലൈക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങൾ സെല് ചെയ്യുന്നതിരിക്കട്ടെ. ഓക്കെ, ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻഷുറൻസിൽ ലൈഫ് ഇൻഷുറൻസ് ആണോ, വെഹിക്കിൾ ഇൻഷുറൻസ് ആണോ, ഹോം ഇൻഷുറൻസ് ആണോ, എന്താണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആ സർക്കിളിന്റെ അകത്തുള്ള ആൾക്കാരിൽ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ജോബ് ഒക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഇതിനാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിനെ നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ മറ്റൊരു പരസ്യം കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ കൊടുത്ത പരസ്യം ഇതേപോലെ റൈറ്റ് സൈഡിൽ കാണിക്കുക, എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നൊക്കെ കാണിക്കും. അതിന്റെ അടിയിൽ കോൾ ബട്ടൺ വെക്കാം, വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യുന്ന ബട്ടൺ വെക്കാം, ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ വെക്കാം, ബുക്ക് നൗ എന്നോ ഗെറ്റ് ഓഫർ എന്നൊക്കെ ബട്ടൺ വെക്കാൻ പറ്റും. ഇനി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം, പൈസയും അടച്ചു കൊടുക്കണം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിനിമം 90 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് 90 റുപ്പീസ് പെർ ഡേ. ഒരു ദിവസം 90 രൂപയ്ക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരസ്യം ചെയ്യാൻ സാധിക്കും. പൈസ അടയ്ക്കാൻ ഇത് ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും.
ഓക്കെ, പൈസ അടയ്ക്കാൻ നമുക്ക് ഇവിടെ തന്നെ ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പൈസ അടയ്ക്കാൻ സാധിക്കും. അതേപോലെ എത്ര ദിവസം ഇത് റൺ ചെയ്യണം എന്നുള്ളത് ഒരു കലണ്ടറിൽ സെറ്റ് ചെയ്യാം. 2 ദിവസത്തേക്ക് വേണോ, 5 ദിവസത്തേക്ക് വേണോ, ഒരാഴ്ചത്തേക്ക് വേണോ, ഒരു ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കാനാണോ, അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. കൊടുത്തിട്ട് ആഡ് ഫണ്ട്സ് കൊടുക്കുക. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഗൂഗിൾ പേയോ വഴിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് പൈസ അടയ്ക്കാം. ഗൂഗിൾ പേ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതുവഴി പൈസ അടച്ചു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് ഇത് ഓടാൻ തുടങ്ങും. ഇത് റൺ ചെയ്യുമ്പോൾ ഏതൊക്കെ ലൊക്കേഷനാണോ നമ്മൾ കൊടുത്തിരുന്നത് ആ ലൊക്കേഷനിലുള്ള ആൾക്കാർ ഈ പരസ്യം കാണുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്ന റൂട്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം കണ്ടാണ്. ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കാണും. സബ്മിറ്റ് ചെയ്ത പ്രകാരം നമ്മുടെ എക്സിക്യൂട്ടീവ്സ് കോൺടാക്ട് ചെയ്ത് കാണും. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ ലിങ്ക് ഒക്കെ അയച്ചു തന്ന് ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതേപോലെ ഞാനവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ പെട്ടവരെ പരസ്യം കാണിക്കാനാണ് ഞാൻ ഫേസ്ബുക്കിനോട് പറഞ്ഞിരുന്നത്. അത് പ്രകാരമാണ് ആ പരസ്യം നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തത്. ഇതുപോലെ നിങ്ങളത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അത് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തുകയും അതിൽ നിന്ന് നല്ല ഡേറ്റ ലഭിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൺവേർഷൻസ് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ മറ്റ് ചില ടോപ്പിക്കുകളിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു പെയ്ഡ് കോഴ്സ് ഉണ്ട്. ആ പെയ്ഡ് കോഴ്സിനെ പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ കോഴ്സിനെ പറ്റി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്പം സമയം എടുക്കുകയാണ്. അത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കും. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാലും നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് കമാൻഡ് കൊടുത്ത് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ചില വീഡിയോസ് ഇവിടെ കാണിക്കാം. AI വീഡിയോസ്, അതായത് അവതാർ വീഡിയോസ് ആണ്. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ നിർമ്മിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. അതുപോലെ നമ്മുടെ ഒരു ഫോട്ടോ കൊടുത്ത് ആ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഈ ഫോട്ടോയ്ക്കകത്ത് ഇത് ഫോട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് കൊടുത്തപ്പോൾ അത് സംസാരിച്ചതാണ് ഈ കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. എൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ ചലിക്കുന്നതും തല കുലുങ്ങുന്നതും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പല മെത്തേഡുകളുണ്ട്. ഓക്കെ, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന സംവിധാനം. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം വരുന്ന സംവിധാനം സെറ്റ് ചെയ്തില്ലെങ്കിൽ യു ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ. മരിക്കുന്നവരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ഇത് പറഞ്ഞിരിക്കുന്നത് വാരൻ ബഫറ്റ് എന്ന് പറയുന്ന കോടീശ്വരനാണ്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നൊരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ കാലവും നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അത് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരല്പം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇൻകം വരും എന്നുള്ളത് ഇതൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ഈ കോഴ്സ് എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞ് ചാറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിനകത്ത് 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. ഇതിന്റെ ഡ്യൂറേഷൻ 1 വർഷം ഉണ്ടെങ്കിലും 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. പിന്നെ എന്തിനാണ് 1 ഇയർ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ 1 ഇയർ ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ 1 ഇയർ തന്നെ സപ്പോർട്ട് ലഭിക്കും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ലഭിക്കും. ഇവരുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാൻ പറ്റും, ഫോണിൽ ബന്ധപ്പെടാം. സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് സൂം സെഷൻസ് ഉണ്ട്. സൂമിൽ വന്നിട്ട് ലൈവായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം 6 സപ്പോർട്ട് സ്റ്റാഫുകളുടെ ഹെൽപ്പ് 1 വർഷത്തേക്ക് ലഭിക്കുന്നതാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്. കാരണം പലർക്കും തിരക്കുകൾ കാരണം ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് 1 വർഷത്തേക്കുള്ള ഒരു കാലാവധിയൊക്കെ ഇതിന് തന്നിരിക്കുന്നത്. എങ്കിലും 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും 2 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള AI ടൂളുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
ഫേസ്ബുക്ക് ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്കിന്റെ ലീഡ് ജനറേഷൻ, ട്രാഫിക് ആഡ്, ബൂസ്റ്റ് പോസ്റ്റ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫേസ്ബുക്കിനകത്ത് ഉൾപ്പെടുത്തുന്നത്, AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളുകൾ, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ചില ടൂളുകൾ കാണിച്ചായിരുന്നു. അത് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ പുതിയ പല ടൂൾസും പഠിക്കാൻ പറ്റും. വീഡിയോസ് നിർമ്മിക്കുന്ന ടൂൾസും ഉണ്ട്, ഗ്രാഫിക് വീഡിയോസ് നിർമ്മിക്കുന്ന ടൂളുകളുണ്ട്. ആമസോണിലൂടെ ഇ ബുക്കുകൾ സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും. അതൊരു മണി മേക്കിംഗ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. AI ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് മാർക്കറ്റിംഗ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം. AI ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ക്രിയേഷൻ, ഫൈൻഡ് ജോബ് യൂസിങ് AI ഉപയോഗിച്ചുകൊണ്ട് ജോബ് കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന വേറൊരു ടൂളും ഞാനിന്ന് കാണിക്കുന്നുണ്ട്. മേക്ക് മണി ആസ് അഫിലിയേറ്റ്. അതേപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കും ഇല്ലാതെ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. 25ഓളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ChatGPT, ബാർഡ്, അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതായത് എങ്ങനെ AI ടൂളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഡാലി 2, DID, മിഡ് ജേണി, പിക്ടോറി, copy.ai, മാജിക് സ്റ്റുഡിയോ, 11 ലാബ്സ്, ജാസ്പർ, ഇങ്ങനെ നിരവധി ടൂളുകൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. 16ഓളം മോഡ്യൂൾസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കുള്ളത്, ജോലി അന്വേഷിക്കുന്നവർക്കുള്ളത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ മറ്റ് പല ബോണസുകളും ലഭിക്കുന്നുണ്ട്. അതിലുള്ള ഒരു ബോണസാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ക്യാംഡേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് ലൈഫ് ടൈം ആയിട്ട് ലഭിക്കും. ഈ വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കോഴ്സിൽ. കൂടാതെ ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടിൽ, ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. അതിന്റെ തന്നെ പേഡ് ടെംപ്ലേറ്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കും. കണ്ടന്റ് കലണ്ടർ ലഭിക്കും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു മെയിൻ കോഴ്സ് കൂടാതെ ഈ മെയിൻ കോഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ എന്നാണ് വരുന്നത് എന്നുള്ളത് പറയാം. അതായത് ഈ മെയിൻ കോഴ്സിന്റെ ക്ലാസ്സുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും 7:30 മുതൽ 9:00 വരെയാണ് ക്ലാസ്സുകൾ വരുന്നത്. സൂമിലൂടെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ ഞാൻ തന്നെയാണ് എടുക്കുന്നത്, മൺഡേയിലുള്ള ക്ലാസ്സുകൾ. ഇത് കൂടാതെ ഫ്രൈഡേയിൽ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ മെഗാ മീറ്റപ്പുകൾ, അതായത് 2015 മുതൽ നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള പാർട്ടിസിപ്പൻസ് എല്ലാവരും കൂടെ ഓൺലൈനിൽ വരുന്നതാണ് മെഗാ മീറ്റപ്സ്. ഇതിൽ വന്ന് കഴിഞ്ഞാൽ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാം, ജോലി കണ്ടെത്താം, ജോലിക്ക് ആളിനെ എടുക്കാം, ബിസിനസ് ഐഡിയകൾ കണ്ടെത്താം. ഇതെല്ലാം മെഗാ മീറ്റപ്പിന്റെ സംഗതിയാണ്. അടുത്ത ഒരു മെഗാ മീറ്റപ്പ് നാളെയാണ് നടക്കുന്നത്. നാളെ രാത്രി 7:30 ഒരു മെഗാ മീറ്റപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് നാളത്തെ മെഗാ മീറ്റപ്പിൽ പങ്കെടുക്കാനും സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞായിരിക്കും പിന്നെ അടുത്ത മെഗാ മീറ്റപ്പ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വർഷത്തിൽ 12 മെഗാ മീറ്റപ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. ഓൺലൈൻ മെഗാ മീറ്റപ്പുകളാണ്. ഇത് കൂടാതെ 2 മാസം കഴിയുമ്പോൾ ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി ഈ മെയിൻ കോഴ്സ് കൂടാതെ ടോട്ടൽ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന് ഞാൻ അവസാനം പറയാം. ഓക്കെ, മെയിൻ കോഴ്സ് കൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ കോഴ്സുകൾ ലഭിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി എന്ന് പറയുന്ന 12,500 രൂപയുടെ കോഴ്സ് ലഭിക്കും. ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറയുന്ന 10,500 രൂപയുടെ കോഴ്സ് ലഭിക്കും. ഇ കൊമേഴ്സ് മാസ്റ്ററി, പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. വീഡിയോ ക്രിയേഷൻ, അതേപോലെ തന്നെ ChatGPTയുടെ പ്രോംസ് അടങ്ങിയ ലിസ്റ്റ്, ഇതെല്ലാം ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ബോണസുകളാണ്. ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ്. ഈ ഒരു 1 ഇയർ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഫീസ് വരുന്നത്. 1 ഇയർ കോഴ്സ് ആണെങ്കിൽ ആദ്യത്തെ 2 മാസം കൊണ്ട് തന്നെ എല്ലാം പഠിക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അതെന്ന് പറയുന്നത് 6,500 എന്ന ഓഫർ ഫ്രീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഓഫർ കരസ്ഥമാക്കാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടേണ്ടത്. നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്ന ആ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിനകത്തൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം കൂടിയുണ്ട്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു പോയ ബാച്ചുകളുടെ എല്ലാം റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുകയും പഠനം ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഞാനിവിടെ ഓഫർ ചെയ്ത കോഴ്സുകളെല്ലാം ഞാനിവിടെ കാണിക്കാം. ഇത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്.
ലേണിംഗ് പ്ലാറ്റ്ഫോം മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച കോഴ്സ് വീഡിയോ ക്രിയേഷൻ ആൻഡ് യൂട്യൂബ് മാസ്റ്ററി ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് പഠനം തുടങ്ങാൻ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി, ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി, ഇതെല്ലാം ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഇമ്മീഡിയറ്റ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലൈവ് ക്ലാസ്സുകളിൽ വന്ന് പഠിക്കണമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക. ഇനി അതല്ല ലൈവ് ക്ലാസ്സിൽ കയറാൻ സമയമില്ലെങ്കിൽ കംപ്ലീറ്റ് റെക്കോർഡിങ്സും ഇവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, ഇതിന്റെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യാൻ 2 മാസമാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 2 മാസം കൊണ്ടാണ് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 മാസം ഒന്നും കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ടോ 1 ആഴ്ച കൊണ്ടോ പഠിച്ചു തീർക്കണം എന്നിരിക്കട്ടെ, അതിനും വഴിയുണ്ട്. അതിനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ആക്സസിനകത്ത് ഓരോ ക്ലാസ്സുകൾ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞു പോയ ബാച്ചിന്റെ ഓരോ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് എടുത്ത് നോക്കി അത് ചെയ്ത് വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. സംശയങ്ങൾ വരുമ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സപ്പോർട്ട് സ്റ്റാഫുകളെ ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ 2 മാസമാണ്. പക്ഷെ 1 ഇയർ അതിന് ആക്സസ് ഉണ്ടായിരിക്കും, 1 ഇയർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് 14,500 ആണ്. ഓഫർ ഫീസാണ് 6,500. ഇത് കരസ്ഥമാക്കാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടുക. ഇത് ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നവർക്ക് 14,500 ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അതിനകത്ത് മെസ്സേജ് ഇടുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്ന അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. പേയ്മെന്റ് അടച്ച് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എൻട്രി ലഭിക്കും. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകളുടെ ലിങ്കുകൾ ലഭിക്കും. സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ക്ലാസിന്റെ ഷെഡ്യൂൾസ് എല്ലാം ഈ ഗ്രൂപ്പിനകത്ത് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളുടെ ആക്സസും ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യുകയാണ്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സക്കറിയ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അഖിലേഷ് പൊൻപാറ, സക്കറിയ ഒക്കെ സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ? ഹലോ. ഹലോ, ചോദിച്ചോളൂ. എനിക്കിതിൽ ഈ ഓഫറിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. സാർ നമ്മളെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നല്ലേ വന്നത്? ആ ഗ്രൂപ്പിലുള്ള അഡ്മിനെ കിട്ടിയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയായിരുന്നു? വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതെ. അപ്പൊ അവർക്കൊരു മെസ്സേജ് അയക്കുക, അതിന്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരുന്നു. താങ്ക് യു. അഖിലേഷ് പൊൻപാറ അൺമ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചിലർക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ എന്നൊക്കെയുള്ളത്. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്കാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. കാരണം പലരും ഹലോ ചോദിച്ചോളൂ അഖിലേഷ്, ചോദിച്ചോളൂ. ഫേസ്ബുക്ക് വെച്ചിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ കമ്പനികൾക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് ഫേസ്ബുക്ക് പേജ് വെച്ച് അപ്രൂവൽ കിട്ടത്തില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്കൊരു വെബ്സൈറ്റും കൂടെ നിർമ്മിക്കേണ്ടി വരും. അതിന് മിക്സോ ഉപയോഗിച്ച്, ഞാൻ ആദ്യം മിക്സോ എന്ന് പറയുന്ന ടൂള് പറഞ്ഞത് കണ്ടായിരുന്നോ? മിക്സോ എന്ന് പറയുന്നത് അത് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു വേർഡ് പ്രസ് എന്ന് പറയുന്ന ടൂളിനെ പറ്റി പറയുന്നുണ്ട്, അത് വെച്ചിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാം. വരുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ടോപ്പിക്കിലേക്ക് വരുന്നുണ്ട്. താങ്ക് യു. ചാറ്റിൽ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിരിക്കുന്നത് FB ആഡ് അക്കൗണ്ട് ഡിസേബിൾ അതിൽ എനേബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. എനേബിൾ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്തിട്ടാണ്. ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ
എനേബിൾ ചെയ്യാൻ പറ്റുന്നത് www.facebook.com/business/help എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിന്റെ എക്സിക്യൂട്ടീവുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടുമായിട്ടുള്ള പ്രോബ്ലം, ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് റിജക്റ്റ് ആയത്, ഡിസേബിൾ ആയത്, ഇതിനെല്ലാം സൊല്യൂഷൻ ഈ ലിങ്ക് വഴി സാധ്യമാണ്. ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്കാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. പറയാൻ കാര്യം, നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാണ് ഈ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നു. അപ്പൊ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. നമ്മൾ ആരോടും അത് ചെയ്യാൻ പാടില്ല. ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുന്നു, ഓക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം കിട്ടും, അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് അല്പം സമയം കൂടുതൽ എടുക്കും, അത്രമാത്രം എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞത് ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്കാണ്. അതേപോലെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ വേണ്ടിയിട്ടും ഏത് ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി കൂടിയാണ് പിന്നെ ഈ 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തും ചോദിക്കാൻ പറ്റും. സപ്പോർട്ട് ക്ലാസ്സുകളിൽ വരുമ്പോൾ സപ്പോർട്ട് ക്ലാസ്സുകളിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് ഷഹദ് സാർ അഡ്മിറ്റ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ ഡൗട്ട്, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈന് കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ AI നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക? അതേപോലെ എക്സലില് മെയിൽ അയക്കുമ്പോൾ അതെ മെയിൽ അയക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ബാർഡ് പോലുള്ള ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു അത് യൂസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോകാഡൊക്കെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? അതെ ഓട്ടോകാഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സ്റ്റാഡ് പ്രോ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3D. ആക്ച്വലി അതിന്റെ എല്ലാം ഇൻപുട്സ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഡയറക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ChatGPT ബാർഡിനകത്ത് നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. അതായത് ഇന്ന ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ് എനിക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റിയ കമാൻഡ്സ് അത് തരും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡൊമൈൻ നോളജ് ഉള്ളത് കൊണ്ട് ആ കമാൻഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ChatGPTയും ബാർഡും ഇതിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഓട്ടോകാഡിനകത്തും അങ്ങനെയുള്ള ചില AI റിലേറ്റഡ് ആയ സംഗതികൾ വന്നിട്ടുണ്ടായിരുന്നോ? നിങ്ങളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ടില്ല. അതെ ബാഡിൽ നമുക്ക് ഇങ്ങനെ കമാൻഡ് കൊടുക്കാൻ പറ്റും. അതെ ബാർഡിലും നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഡയറക്ഷൻസും സ്റ്റെപ്സും അത് പറഞ്ഞു തരും. ഓക്കെ. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള നോളജ് എനിക്ക് കിട്ടൂല്ലേ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ റൈസ് ചെയ്തത്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ ജോലി എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഡയറക്ഷൻസ് ഈ ക്ലാസ്സുകളിൽ കിട്ടും, ലൈവ് ക്ലാസ്സുകളിൽ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്നൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾ 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. 6,500 കഴിഞ്ഞ ഗ്രൂപ്പുകളാണെങ്കിൽ 7,500 പിന്നീട് 7,000 2 ഇൻസ്റ്റാൾമെന്റ് അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 14,500 ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. digitalmagnetonline.com എന്ന് പറയുന്ന വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിൽ ചെന്നിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിൽ ഓഫർ ഫീസ് അവൈലബിൾ അല്ല. 14,500 ആണ്. ഓഫർ ലഭിക്കാൻ വെബിനാറിൽ പങ്കെടുക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. അതേപോലെ പേയ്മെന്റ് അടച്ച ചില മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. നിങ്ങളെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. എനിക്ക് ചില മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ വഴി ആയിക്കോട്ടെ, ബാങ്ക് അക്കൗണ്ട് വഴി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ പേയ്മെന്റ് ലിങ്ക് വഴിയാണ് അടച്ചതെങ്കിലും നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ കൂടെ അയച്ചു കൊടുക്കാം. സാംസൺ കോട്ടൂർ സാർ അൺമ്യൂട്ട് ചെയ്യാം. സാറേ, താങ്ക് യു. ഞാൻ ഈ സാർ ഇപ്പൊ പറഞ്ഞ സംഗതികളില്ലേ, അതായത്
അത് ഓക്കെ. നമുക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരുമോ? അതായത് അല്ല ഫേസ്ബുക്ക് അല്ല ഞാൻ ഇല്ല ചോദിച്ചത്, നമ്മളിരുന്ന് പഠിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. അല്ല, അങ്ങനെ ഒരു സർവീസായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കമ്പനിയാണ്. ഇതൊരു ഓ സർവീസ് ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ്. കാരണം സർവീസ് ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയും കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, ക്ലയൻസിനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കുമല്ലോ. അതിന് പകരം ഇത് സ്വയം ചെയ്യുവാണെങ്കിൽ സ്വയം ചെയ്യിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ സാറ് ഇപ്പം നമ്മൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കമ്പനി കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എല്ലാ മാസവും പൈസ തരേണ്ടി വരത്തില്ലേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ? ഒന്നുകിൽ നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഒരാളിനെ ഹയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ബിഗിനറെ ആണെങ്കിൽ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ മാസവും പൈസ കൊടുക്കുന്ന സംഭവമില്ല ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി, ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ആ വർക്ക് ചെയ്യുന്നില്ല, ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ശരി സാറേ, താങ്ക് യു. താങ്ക് യു. സുഭാഷ് ചന്ദ്രൻ സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ 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 ഹലോ. ഈ മറ്റേ ഓഫർ പ്രൈസ് നമ്മൾ ഒന്നിച്ച് തരേണ്ടതുണ്ടോ, അല്ലെ ഇൻസ്റ്റാൾമെന്റ്സ് ആയി കിട്ടുമോ? ഈ 6500 ഓഫർ ഫീസ് എന്ന് പറയുന്നത് വൺ ടൈം പേയ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 90% സംഗതികൾ ലഭിക്കുന്നുണ്ട്. ഒരു വർഷത്തെ ക്ലാസിന്റെ റെക്കോർഡിങ്സ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഓഫർ ചെയ്ത എല്ലാ ബോണസുകളും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരു വൺ ടൈം ഫീസാണ്. അതൊരു ഓഫർ ഫീസ് ആയതുകൊണ്ടും പിന്നെ 90% സംഗതികളും തുടക്കത്തിലേ ലഭിക്കുന്നതുകൊണ്ടും അതൊരു വൺ ടൈം ഫീസാണ്. അത് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തണം? അത് നിങ്ങളുടെ ഗ്രൂപ്പിലെ ഓഫർ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ചില ഗ്രൂപ്പുകളിൽ ഓഫർ പെട്ടെന്ന് തീർന്നു, ചില ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ 1-2 സീറ്റ് കിടക്കും. എന്തായാലും നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ഇൻഫോം ചെയ്യുക, അവരതിന്റെ സ്റ്റാറ്റസ് പറയും. അതല്ലേ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സാംസങ് SM അൺമ്യൂട്ട് ചെയ്യാം. ഹലോ സാർ നമസ്തേ സാർ, സന്തോഷാണ് എന്റെ പേര്. പറഞ്ഞോളൂ. സാർ നമസ്തേ, സന്തോഷ് എന്നാണ് സാർ. ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് മെയിൻ ആയിട്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് സാർ. അപ്പൊ അത് ബൂം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ യോഗ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യോഗ എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഞാൻ പഠിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് അതും ഇതെല്ലാം കൂടി ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? ട്രെയിനിങ് ഫീൽഡും ഞാൻ അതുപോലെ തന്നെ വെൽത്ത് മാസ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അങ്ങനെയുള്ളതൊക്കെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ. അതെ, തീർച്ചയായിട്ടും നല്ല ഫീൽഡുകളാണ്. ട്രെയിനിങ് മേഖല, യോഗ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ഇതിനെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിലെ പുതിയ ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് ആഡ് കൊടുക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ഏത് ഏരിയയിലൊക്കെയാണോ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ക്ലയൻസിന് വേണ്ടത്, ഞാൻ നേരത്തെ ഒരു ലൊക്കേഷൻ തൃശ്ശൂർ എന്നൊക്കെ സെറ്റ് ചെയ്ത് കണ്ടായിരുന്നോ? തൃശ്ശൂർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം നമുക്ക് ഏത് ലൊക്കേഷനിലുള്ള കസ്റ്റമറെയാണോ വേണ്ടത് അത് നമ്മൾ ഫേസ്ബുക്കിനകത്ത് ആഡ് കൊടുക്കുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ അതിനുള്ള ഡിസൈൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ബിങ്ങും അങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും, ക്യാൻവയൊക്കെ. ഓക്കെ, അത് തന്നെ നമുക്ക് യോഗയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇപ്പൊ ക്യാൻവയില് യോഗ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിസൈൻസ് നമുക്ക് കിട്ടും. ആ ഡിസൈനിനകത്ത് നമ്മുടെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ പോസ്റ്ററായിട്ട് മാറുമല്ലോ. അങ്ങനെ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും, ലോഗോ ഡിസൈൻ ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് കൺസ്ട്രക്ഷനും പറ്റും, യോഗയ്ക്കും ട്രെയിനിങ് ബിസിനസ് ആണെങ്കിലും പറ്റും. ഓക്കെ, ഇതേപോലെ യോഗയായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും ക്യാൻവയ്ക്കകത്ത്. അതേപോലെ ട്രെയിനിങ് ബിസിനസ് ആണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്ത് ആ വെബിനാറിനകത്ത് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിന് എന്താണ് ട്രെയിനിങ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ. ആരാണ് ക്ലാസ് എടുക്കുന്നത്, എന്താണ് ട്രെയിനിങ്, ഇതിനകത്ത് എന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അതുപോലെ തന്നെ ഏത് ബിസിനസ് ആണെങ്കിലും വിജയിക്കണമെങ്കിൽ ഈ 3 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 2015 മുതലാണ് ആക്ച്വലി ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, വിപ്രോ എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മെയിനായിട്ടും പ്രോഗ്രാം എഴുതുകയാണ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് പ്രോഗ്രാം
.NET, C++, അതേപോലെ ജാവയിലൊക്കെ പ്രോഗ്രാം എഴുതുന്നതായിരുന്നു മെയിൻ ജോബ്. അതിൽ നിന്ന് ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ആക്ച്വലി 8 വർഷമായിട്ട് നമ്മുടെ കമ്പനി 35 സ്റ്റാഫുള്ള ഒരു കമ്പനിയായിട്ട് വളർന്നു. നമുക്ക് ടെലികോളേഴ്സ് ഉണ്ട്, വേറെ അസോസിയേറ്റ് ട്രെയിനേഴ്സ് ഉണ്ട്, ഡിസൈനർ ഉണ്ട്. ഇങ്ങനെ ഇതിലേക്ക് എങ്ങനെയാണ് വളർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നിരവധി കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടാണ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിനും അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഒരു കസ്റ്റമർ ബേസ് ഞാൻ ഇവിടെ കാണിക്കാം. ഇത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ലേണിംഗ് പ്ലാറ്റ്ഫോം കാണാൻ സാധിക്കും. ഓക്കെ, 11,471 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പല ബാച്ചുകളിലായിട്ട് പലപ്പോഴായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എങ്ങനെയാണ് ഈ 11,000-ഓളം സ്റ്റുഡൻസിനെ, പെയ്ഡ് സ്റ്റുഡൻസിനെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിച്ചത്? പല കോഴ്സുകളിലായിട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസത്തെ പ്രോഗ്രാം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ കോഴ്സുകളിലേക്കൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇത്രയധികം സ്റ്റുഡൻസിനെ കണ്ടെത്താൻ സാധിച്ചത്? ഞാൻ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തത്? ഇത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സംഗതി നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 100% വിജയിക്കാൻ സാധിക്കും. ഏത് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അപ്പൊ അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യാൻ, ഞാൻ അതുകൂടെ ഇവിടെ അവതരിപ്പിക്കാം. എന്താണ് ആക്ച്വലി ഒരു ബിസിനസിന്റെ 3 സക്സസ് പ്രിൻസിപ്പിൾ? ഓക്കെ, നിരവധി പേര് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇവൻ നമുക്ക് ട്രെയിനേഴ്സിന് വേണ്ടി തന്നെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. കോവിഡിന്റെ സമയത്ത് ഒരുപാട് ട്രെയിനേഴ്സ് പ്രതിസന്ധിയിലായ സമയത്ത് ക്രിയേറ്റ് ആൻഡ് സെൽ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഉണ്ടായിരുന്നു. 200ഓളം ട്രെയിനേഴ്സ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത് ആ ഒരു കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നവരുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് നടത്തുന്നവരുണ്ട്, മോട്ടിവേഷണൽ ട്രെയിനിങ് നടത്തുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് ആ ബിസിനസ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും സക്സസ്ഫുൾ ആകാനുള്ള 3 ബിസിനസ് പ്രിൻസിപ്പിൾസ്, സക്സസ് പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ വിൻ സ്ട്രാറ്റജിയിൽ ബിസിനസ് ചെയ്യുക. വിൻ. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിക്കകത്ത് ഒരു ബിസിനസ്സിനകത്ത് 3 എൻറ്റിറ്റീസ് കാണും. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും. നമ്മുടെ കസ്റ്റമേഴ്സ് വിൻ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുക, അവർക്ക് നല്ല പ്രോഡക്റ്റ്, നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അതായത് നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവരും വിൻ ചെയ്യത്തക്ക രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുക. കൃത്യസമയത്ത് സാലറി കൊടുക്കുക, ഇൻസെന്റീവ് കൊടുക്കുക, സപ്ലയേഴ്സിന് പൈസ കൊടുക്കുക. പിന്നെ നമ്മൾ തന്നെയായിരിക്കും, നമ്മളും ഓട്ടോമാറ്റിക്കലി വിൻ ചെയ്യും. അപ്പോൾ ഈ WWW എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് എക്കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർ ജീവിതകാലം മുഴുവൻ നമ്മുടെ കസ്റ്റമർ ആയിട്ടിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് എന്തുകൊണ്ടാണ് ഈ 1 year സപ്പോർട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കാലവും നമ്മുടെ കസ്റ്റമറായിട്ട് ഇരിക്കാൻ വേണ്ടി കൂടിയാണ്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണം. മാത്രമല്ല അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ രണ്ടാമതൊരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. അതുകൊണ്ടാണ് ആക്ച്വലി ലൈഫ് ടൈം എക്കാലവും നമ്മുടെ കസ്റ്റമറായിട്ട് ഇരിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ സപ്പോർട്ടും 1 yearലേക്കുള്ള ക്ലാസ്സുകളും ഒക്കെ തരുന്നത്. ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് എല്ലാം 1 വർഷത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ 1 വർഷത്തെ സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഇപ്പൊ നമ്മുടെ റിലയൻസ് ജിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ടൈം വാല്യൂ കണക്കാക്കിയാണ് ബിസിനസ് ചെയ്യുന്നത്. റിലയൻസ് ജിയോ ആദ്യം വന്നപ്പോൾ ഫ്രീ ആയിരുന്നല്ലോ, 6 മാസം ഫ്രീ ആയിരുന്നു മൊബൈൽ കണക്ഷൻ. കുറേയധികം കസ്റ്റമേഴ്സിനെ സ്വന്തമാക്കി. ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ എത്ര രൂപ ജിയോയ്ക്ക് കൊടുത്തു കാണുമോ എന്ന് ആലോചിക്കുക. നമ്മുടെ റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനിയിൽ ജിയോ കണക്ഷൻ ഉപയോഗിക്കുന്നവർ 1 വർഷം തന്നെ 13 മാസം റീചാർജ് ചെയ്യുമ്പോൾ 3000 രൂപ കൊടുത്ത് കാണും. കഴിഞ്ഞ 7 വർഷമായിട്ട് ജിയോ കണക്ഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 21,000 രൂപ നിങ്ങൾ ജിയോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി. 21,000 എന്ന് വെച്ചാൽ അവർ ലൈഫ് ടൈം വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ കസ്റ്റമറാക്കി നിലനിർത്തി എത്ര വർഷം ഇനി റീചാർജ് ചെയ്യാൻ കിടക്കുന്നു നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പോൾ 5G ഒക്കെ ഇറക്കിയിരിക്കുന്നത് അല്ലേ. 4G കഴിഞ്ഞ് 5G ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ളത് ജിയോ ആണ്. അപ്പോൾ ഒരു കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ചെറിയ ബിസിനസ് ആണെങ്കിലും നമ്മൾ അവരെക്കാലവും നമ്മുടെ കസ്റ്റമർ ആയിരിക്കണം എന്ന രീതിയിൽ ബിസിനസ് ചെയ്യുക. മൂന്നാമത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഞാൻ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ
പെട്ടെന്ന് തന്നെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ് എന്താണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി പഠിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ മറ്റ് ടോപ്പിക്കുകളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ 2 മിനിറ്റിൽ ടൈമർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. വീഡിയോ ക്രിയേഷൻ. ഓക്കെ, ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. സുഭാഷ് ചന്ദ്രൻ സാർ അൺമ്യൂട്ട് ചെയ്യാം. സുഭാഷ് ചന്ദ്രൻ സാറാണോ ചോദിച്ചത്? അടുത്ത ഞാൻ നേരത്തെ സംസാരിച്ചാണ് ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അജി ജോസഫ് അൺമ്യൂട്ട് ചെയ്യാം. സാറേ, എനിക്ക് ചോദിക്കേണ്ട 2 കാര്യങ്ങളാണ്. അതെ, കേൾക്കാമോ? കേൾക്കാം. ഇതില് ചോദിക്കുന്ന പറഞ്ഞാല് നമ്മൾക്ക് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എക്സലിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? ഇപ്പം അതെ, എക്സലിനകത്ത് ഇപ്പോ സാർ കോപൈലറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു. കോപൈലറ്റ് ഡോട്ട് മൈക്രോസോഫ്റ്റ്. ഈ കോപൈലറ്റിനകത്ത് ഈ കോപൈലറ്റ് ഡോട്ട് microsoft.com-നകത്ത് വന്ന് നമ്മൾ എക്സലുമായിട്ട് ബന്ധപ്പെട്ട ഫോമുല കൊടുത്താലോ അല്ലെങ്കിൽ എക്സലുമായിട്ട് ബന്ധപ്പെട്ട കമാൻഡ് കൊടുത്താലോ എക്സൽ ഷീറ്റ് ഇത് നിർമ്മിച്ചു തരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് ആൻ എക്സൽ ഷീറ്റ് about top 10 most populous country, top 10 countries with highest population. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 10 കൺട്രികളുടെ പിന്നെ ലിസ്റ്റ് എക്സൽ ഷീറ്റിൽ വേണമെന്നുള്ള ചെറിയ കമാൻഡാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് കോംപ്ലക്സ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ക്രിയേറ്റ് ആൻ എക്സൽ ഷീറ്റ് അബൌട്ട് top 10 countries with highest population. ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടോ നോക്കാം. എക്സൽ ഫോമുലകൾ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ജനറേറ്റ് ചെയ്ത് തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സൽ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അതിപ്പോ ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ എക്സൽ ഒക്കെ ഓപ്പൺ ചെയ്ത് ഓരോ കോളംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോ എക്സൽ ഷീറ്റ് ജനറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യ, അത് കഴിഞ്ഞ് ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, നൈജീരിയ, ഇങ്ങനെ റഷ്യ, മെക്സിക്കോ, ഇങ്ങനെ 10 കൺട്രികൾ കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എക്സൽ ഷീറ്റ് ആയിട്ട് ഇപ്പം എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിന് എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. എക്സൽ ഔട്ട്പുട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജോലി ഒരു 50% ഇത് എളുപ്പമാക്കി തരും എന്നുള്ളതാണ്. കോപ്പൈലറ്റ് ആയിക്കോട്ടെ, ചാറ്റ് GPT-ക്കകത്തും ഇതേപോലെ നമുക്ക് കമാൻഡ് കൊടുത്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ തന്നെ ഫയലുകളുണ്ട്, അത് നമുക്ക് കമ്പൈൻ ചെയ്ത് പറ്റും. നമ്മുടെ ഫയൽ ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്തെടുക്കാൻ പറ്റും. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം പോസിബിൾ ആണ് ഇതിനകത്ത്. അത് ഈ ഡാറ്റ ഈ പറയുന്ന വെബ്സൈറ്റിലോട്ട് കൊടുത്താൽ മതിയോ? വെബ്സൈറ്റിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ കമാൻഡ് കൊടുത്ത് ജനറേറ്റ് എടുത്ത എക്സൽ ഷീറ്റ് ആണ്. ഇതേപോലെ ഇൻപുട്ട് കൊടുത്ത് അതിനെ പ്രോസസ് ചെയ്യാൻ പറ്റും. 2 റിപ്പോർട്ടുകൾ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിൽ പോസിബിൾ ആണ്. രണ്ടാമത്തെ ഒരു ചോദ്യം കൊണ്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് AI ടൂൾ വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഏത് വെബ്സൈറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അഥവാ ഉണ്ടാവും? ഇല്ല, കോപ്പിറൈറ്റ് ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ഒരു ടൂളാണ്. ഒന്ന് പിക്ടോറി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. Pictory.ai എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. Pictory.ai ഉണ്ട്. പിന്നെ വേറെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് കാണിക്കാം, InVideo.ai.com എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. InVideo ഇവിടെയും കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും. InVideoയും പിക്ടോറിയും നല്ല ടൂൾസ് ആണ്. InVideo.ai. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇന്ന് പ്ലാൻ ചെയ്ത മറ്റു ചില ടോപ്പിക്കുകളിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, നമ്മുടെ ടൈമർ ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഓഫർ അവൈലബിൾ ആണെന്നുള്ളത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് അവതാർ വീഡിയോസ് നിർമ്മിക്കുന്നത് എങ്ങനെ, അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ, ഈ 2 ടോപ്പിക്കുകളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അവതാർ വീഡിയോസ് എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ജസ്റ്റ് നമുക്ക് ഇതേപോലെയുള്ള
അവതാർസിനെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം. അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ട് ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന AI വീഡിയോ നിർമ്മിക്കുന്നതാണ്. ഇത് നിർമ്മിക്കാൻ വേണ്ടി ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഇത് നിർമ്മിക്കാൻ വേണ്ടി DID എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യാം. ഹെയ്ജൻ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ടൂൾസ് ഒന്ന് പരിചയപ്പെടുത്താം. അവതാർ വീഡിയോസ് നിർമ്മിക്കാൻ വേണ്ടിയാണ്. അവതാർ വീഡിയോസ് www.d-id.com www.hagen.com. നമുക്ക് ആദ്യം DID-യിലേക്ക് ഒന്ന് പോവാം. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഇത് ഉപയോഗിച്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. DID ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, DID ഓപ്പൺ ചെയ്ത് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ഫ്രീ ട്രയൽ കൊടുത്ത് അകത്തേക്ക് കയറുക. ഫ്രീ ട്രയലിനകത്ത് ലിമിറ്റഡ് വീഡിയോസ് നിർമ്മിക്കാം. ഓക്കെ, നമ്മുടെ ജിമെയിൽ അഡ്രസ് വെച്ചോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ് വെച്ചിട്ടോ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. കയറി കഴിഞ്ഞാൽ 4 സ്റ്റെപ്പിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ നിർമ്മിക്കാം. അതിൽ ചെയ്യേണ്ടത് ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് അവതാർസ് ഉണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം ചൂസ് ചെയ്തു. ഓക്കെ, ചൂസ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് എന്താണ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. എന്താണ് സംസാരിപ്പിക്കേണ്ടത് എന്നുള്ളത് അത് നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് നമ്മുടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ് എങ്കിൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ആണെങ്കിൽ ഇത് നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റിയിട്ട് മലയാളം കൊടുക്കുക. അപ്പൊ മലയാളത്തിലുള്ള ആൾക്കാരുടെ ശബ്ദം ലഭിക്കും. മലയാളം ഇവിടെ ചൂസ് ചെയ്യുന്നു. മലയാളത്തിൽ തന്നെ പുരുഷന്മാരുടെ ശബ്ദം വേണമെങ്കിൽ ഇതിനകത്ത് മിഥുൻ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. സ്ത്രീകളുടേതാണെങ്കിൽ ശോഭന എന്ന് പറയുന്ന വോയിസ് ആണ്. അത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് വീഡിയോ കൊടുക്കുക. ജനറേറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അവതാർ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സംഗതി സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതായിരിക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അത്രയ്ക്ക് സിമ്പിൾ പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ തന്നെ ഒരു ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ ആ ഫോട്ടോ നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്താണോ ആ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത് അത് ഇവിടെ കൊടുക്കുക. ഭാഷ ചൂസ് ചെയ്യുക, ജനറേറ്റ് വീഡിയോ കൊടുക്കുക. നമ്മുടെ സ്വന്തം ശബ്ദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഓഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടേതായിട്ടുള്ള ശബ്ദം തന്നെ കിട്ടണമെങ്കിൽ ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സംസാരിക്കുന്ന പോലെ ഇരിക്കും. അതല്ല സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് സംസാരിപ്പിക്കുകയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. അപ്പം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടൂളാണ്. നമുക്ക് എന്തെങ്കിലും പ്രൊമോ വീഡിയോസ് ഒക്കെ നിർമ്മിക്കണമെങ്കിലൊക്കെ സാധിക്കും. നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ളവർ നിരവധി വീഡിയോസ് ഇതേപോലെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് അദ്ദേഹം കോയമ്പത്തൂരിൽ ഗ്രാനൈറ്റിന്റെ ബിസിനസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ്. Welcome to the world of Black Galaxy Granite at 7G Stone Exports. Dive into a world of possibilities with our extensive range of Black Galaxy Granite variety. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇംഗ്ലീഷിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഫാക്ടറി, കോയമ്പത്തൂരിലുള്ള ഫാക്ടറിയുടെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു മോഡൽ വന്ന് സംസാരിക്കുന്നതായിട്ടുള്ള ഈ വീഡിയോ. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. മലയാളത്തിലുള്ളതോ ഇംഗ്ലീഷിലുള്ളതോ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിന് DID യൂസ് ചെയ്യാം. അതേപോലെ ഹെയ്ജൻ എന്ന് പറയുന്ന ടൂളിനകത്തും ഇത് പോസിബിൾ ആണ്. ഹെയ്ജനിലും ഇതേപോലെ നമുക്ക് അവതാറിനെ ചൂസ് ചെയ്യാം. അവതാറിനെ കൊണ്ട് സംസാരിപ്പിക്കാം. നിരവധി ടെംപ്ലേറ്റ്സ് ഹെയ്ജനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, AI പവർഡ് വീഡിയോ ക്രിയേഷൻ ഹെയ്ജൻ ട്രൈ ചെയ്ത് നോക്കാം. hagen.com. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഓൺലൈനിൽ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓൺലൈനിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി നമുക്കൊന്ന് കാണാം. ഓക്കെ, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? ഞാൻ ഇവിടെ ഒന്ന് ആദ്യം അതൊന്ന് അവതരിപ്പിക്കാം. എന്തുകൊണ്ട് നമ്മൾ ഓൺലൈൻ വരുമാനത്തെ പറ്റി ചിന്തിക്കണം എന്നതിനെ പറ്റി
പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ, അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എക്കാലവും വർക്ക് ചെയ്യേണ്ടി വരും, അല്ലേ? അതായത് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എക്കാലവും പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് റിട്ടയർ ആയി കഴിഞ്ഞാലും ആ ഒരു ഇൻകം വെച്ച് ജീവിക്കാൻ പറ്റും. അല്ലാത്തവരാണെങ്കിലും നല്ല സമ്പാദ്യം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള ജോലിക്കോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ്സിനോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? സോ യു ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ. നമ്മൾ ഉറങ്ങുമ്പോഴും വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻകം വരുന്ന ഒരു സംവിധാനം സെറ്റ് ചെയ്തില്ലെങ്കിൽ എക്കാലം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതിന് പാസീവ് ഇൻകം എന്ന് പറയുന്ന സംഗതിയെ പറ്റി ചിന്തിക്കാവുന്നതാണ്. പാസീവ് ഇൻകം. പാസീവ് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് ഇൻകം വരുന്നൊരു സംവിധാനം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽസ് നടത്തുന്നവരുണ്ട്, അല്ലേ? യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഇടുന്നവരുണ്ട്. അവരെല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് വന്നിട്ട് വീഡിയോ ഇടുന്നൊന്നുമല്ല. അവര് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ അവർ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞ് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർക്ക് വർക്ക് ചെയ്തില്ലെങ്കിലും, അധികം ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇൻകം വന്നുകൊണ്ടിരിക്കും. അതൊരു പാസീവ് ഇൻകം ആണ്. നമുക്ക് നല്ല സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ച് മുന്നോട്ട് പോകുന്നത് ഒരു പാസീവ് ഇൻകം ആണ്. അതേപോലെ പല പാസീവ് ഇൻകങ്ങളുണ്ട്. അതിലുള്ള ഒരു നല്ലൊരു പാസീവ് ഇൻകം ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കാം. ആദ്യം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരികയാണ്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് താഴേക്ക് വരുമ്പോൾ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു പരസ്യം വെച്ചിരിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആമസോണിന്റെ സൈറ്റിലേക്ക് പോവുകയും ആമസോണിന്റെ സൈറ്റിൽ വന്ന് 17 കോടി പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസിലൂടെ പോയി ഒരാൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടണമെങ്കിൽ ആദ്യം ആമസോണിൽ വന്നിട്ട് നമ്മൾ ഇതേപോലെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിന് ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് കമ്മീഷൻസ് വരുന്നത്. ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് ഇങ്ങനെ ഒരു അഫിലിയേറ്റ് ലിങ്ക് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തുടക്കത്തിൽ മിക്സോ എന്ന് പറയുന്ന ഒരു ടൂൾ ഞാൻ പറഞ്ഞായിരുന്നു. മിക്സോ എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ കാണിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോളൂ. ഇപ്പൊ ഒരാൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം 10 ലാപ്ടോപ്പിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. ഒരു 10 ലാപ്ടോപ്പുകൾ കണ്ടെത്തി തരാൻ പറയുകയാണ്, അല്ലേ? ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ. ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് 50,000 രൂപയാണ്. ഇതേപോലെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പല ലിങ്കുകളും ആർട്ടിക്കിൾസും വരും. ഈ വന്നിരിക്കുന്ന പല ആർട്ടിക്കിൾസും അഫിലിയേറ്റ് ലിങ്കുകൾ അടങ്ങിയതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരെണ്ണം വന്നിരിക്കുന്നു. ഇതിനകത്ത് വരുമ്പോൾ 10 ലാപ്ടോപ്പുകളെ പറ്റി പറയുന്നു. ഇതിനകത്ത് ഏത് ലാപ്ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പോയി വാങ്ങിക്കാൻ ശ്രമിച്ചാലും ആമസോണോ ഫ്ലിപ്കാർട്ടോ ഏതെങ്കിലും ഒരു സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇതിലേക്ക് വിടുന്നതിന്റെ ഉദ്ദേശം ഇതെല്ലാം അഫിലിയേറ്റ് ലിങ്കുകളാണ്. ഇതെല്ലാം അവർക്ക് കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകളാണ്. അപ്പൊ നമുക്ക് ഇതേപോലൊരു ആർട്ടിക്കിൾ എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അഫിലിയേറ്റ് ലിങ്കുകൾ വെച്ചാൽ പോരെ? നമ്മുടെ നാട്ടിൽ അഫിലിയേറ്റ് ലിങ്കുകൾ വെച്ചാൽ മതിയല്ലോ. ഈ ആർട്ടിക്കിൾ എങ്ങനെ എഴുതാൻ സാധിക്കും? അതിന് നമുക്ക് ChatGPT ബാഡോ ഉപയോഗിക്കാം. 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ആർട്ടിക്കിൾ എഴുതി കാണിക്കാം. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് ഇതുപോലത്തെ ഒരു ലേഖനം എഴുതാൻ പോവുകയാണ്. അതിന് എൻ്റെ കമാൻഡ് എന്താന്ന് നോക്കിക്കോളൂ. കമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ബ്ലോഗ് പോസ്റ്റ് എബൌട്ട് ടോപ്പ് 10 ലാപ്ടോപ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, റൈറ്റ് എ ബ്ലോഗ് പോസ്റ്റ് എബൌട്ട് ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ വിത്ത് ഇമേജസ്. ഇതെവിടെയാണ് കൊടുക്കാൻ പോകുന്നത്? ബാഡ് എന്ന് പറയുന്ന ടൂളിൽ കൊടുക്കാൻ പോകുന്നത്. ബാഡ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. bard.google.com എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ gemini.google.com എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ വന്ന് നമുക്ക് കമാൻഡ് കൊടുത്താൽ അത് തന്നെ ആർട്ടിക്കിൾ എഴുതി തരും.
ഓക്കെ, ഇതാണ് എൻ്റെ കമാൻഡ്. ഇത് ഞാൻ ജെമിനിയിൽ കൊടുക്കുകയാണ്, എൻ്റർ കൊടുക്കുന്നു. ഇതിപ്പോൾ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സ്വന്തം നിലയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇന്ത്യ ഏപ്രിൽ 2024 ഹെഡ്ലൈൻ കിട്ടി. ഓക്കെ, അസൂസ് വിവോ ബുക്ക്, ഹോണർ മാജിക്, ഡെൽ 14, ഡെൽ ഇൻസ്പിറോൺ, അസൂസ് വിവോ ബുക്ക്. ഇങ്ങനെ നമുക്ക് ആ കണ്ടന്റ് തന്നെ എഴുതുന്നു. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ റിമൂവ് ചെയ്യണമെങ്കിലോ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്ത് അതിനകത്ത് അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ സെർച്ചിൽ ഇതേപോലെ കയറി വരുമ്പോൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ലേ? ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ബാഡ് ഉപയോഗിക്കാൻ സാധിക്കും. ബാഡിനകത്ത് വന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഴുതി തരും. നേരത്തെയൊക്കെ ഇതേപോലെ ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ 2-3 ദിവസം എടുക്കുമായിരുന്നു. ഇതിനെ പറ്റി പഠിക്കണം, ഓരോ ലാപ്ടോപ്പുകളെ പറ്റി പഠിക്കണം, എന്നിട്ട് അതിന്റെ ഇമേജുകൾ കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല ഭാഷ അറിയാവുന്നവർക്ക് പറ്റത്തുള്ളായിരുന്നു. ഇപ്പോഴോ കമാൻഡ് കൊടുത്താൽ ഇത് എഴുതി. അതിനെ അതേപടി എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തത് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തിയിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടൂൾസ് അവൈലബിൾ ആയ സ്ഥിതിക്ക് ആർക്ക് വേണേലും ബ്ലോഗിങ് ചെയ്യാം, ആർക്ക് വേണേലും ലേഖനം എഴുതാം, ആർക്ക് വേണേലും പിന്നെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കണ്ടീഷനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വന്നതോടുകൂടി. അപ്പൊ ഈ രീതിയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെ ഒരു വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് wordpress.com എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അതിന് wordpress.com എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. wordpress.com ഈ wordpress.com ചെന്ന് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് എടുത്ത് അതിനകത്തൊരു തീമൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ കസ്റ്റമൈസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതിന് വളരെ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതാണ് ചെയ്യുന്നത്. ഇത് പ്രൊഫഷണൽ രീതിയിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. മറ്റത് മിക്സോയിൽ ജസ്റ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ അത് AI ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നതാണെങ്കിൽ ഇത് നമ്മളൊരു തീം സെലക്ട് ചെയ്ത് ഇമേജ് ഒക്കെ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് വെബ്സൈറ്റ് ആവും. അതെങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഈ വേർഡ്പ്രസിനകത്ത് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന സംഗതി, അതായത് നമ്മൾ ഇതിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റോ ബ്ലോഗോ വേണ്ടി വരും. ഈ വെബ്സൈറ്റോ ബ്ലോഗോ നിർമ്മിക്കാൻ നമുക്കിത് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഇതിനകത്ത് നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൈറ്റിന് ഒരു സ്ട്രക്ചർ ഒക്കെ കിട്ടും. ഓക്കെ, അതായത് ഇതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ 12,000-ഓളം തീമുകൾ, വെബ്സൈറ്റിന്റെ മോഡലുകൾ, ഞാൻ നേരത്തെ ക്യാൻവ കാണിച്ചല്ലോ, ക്യാൻവ കാണിച്ചതുപോലെ ഇതിനകത്ത് തന്നെ 12,000-ഓളം വെബ്സൈറ്റിന്റെ മോഡലുകൾ ഇരിപ്പുണ്ട്. ഇതേപോലെ വേർഡ്പ്രസിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു തീം എടുക്കുക, കസ്റ്റമൈസ് ചെയ്യുക, നമുക്ക് സൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു തീമിനെ എടുത്ത് കസ്റ്റമൈസ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഒരു വേർഡ്പ്രസിന്റെ ഇൻസ്റ്റലേഷൻ കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ബേസിക് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു അടിപൊളി ഒരു കഫേയുടെ വെബ്സൈറ്റ് ആക്കി മാറ്റണമെങ്കിൽ ആ കഫേക്കകത്ത് കൊടുക്കാൻ പറ്റുന്ന ഇമേജുകൾ കയ്യിലുണ്ടായാൽ മതി. ആ ഇമേജുകൾ എടുത്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒരു അടിപൊളി സൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇതിനെ ഞാനൊരു ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു കഫേ ആക്കി മാറ്റാൻ പോവാണ്. ഈ ഒരു സൈറ്റിനെ ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു കഫേ ആക്കി മാറ്റാൻ പോവാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് ഗാലക്സി കഫേ, ഇതാണ് നമ്മുടെ സംഗതി. ഇത് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതിന് കുറച്ച് ഇമേജുകൾ വേണം. വേണ്ടേ? ഇമേജുകൾ എവിടെ നിന്ന് എടുക്കാൻ സാധിക്കും? ക്യാൻവ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ക്യാൻവയിൽ വന്ന് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ബർഗറിന്റെ ഒക്കെ ഇമേജ് ഒക്കെ വേണമെങ്കിൽ ബർഗർ ബാനർ ഇമേജ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റിയ നല്ല കിടിലൻ ബർഗറിന്റെ ഇമേജുകൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പർ വെക്കുക, ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഇമേജുകൾ നമുക്ക് ഇവിടെ നമ്മുടെ സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കിക്കോളൂ. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിന്റെ അഡ്മിൻ ഏരിയയിൽ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റാം. തീം സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ കിടക്കുന്ന തീം ഇതെനിക്ക് വേണ്ട, ഞാൻ പുതിയ തീം സെലക്ട് ചെയ്യുകയാണ്. പുതിയ തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഒരുപാട് തീംസ് ഉണ്ട്, ഏത് തീം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, പുതിയ തീം ചൂസ് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറി, ചില ഡമ്മി ഇമേജുകളൊക്കെ വന്നിരിക്കുന്നു. ഇനി ഇമേജ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇമേജ് റീപ്ലേസ് ചെയ്യാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്.
ഇപ്പൊ ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ചില ബേസിക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇതിനെ ഗാലക്സി കഫേ എന്നാക്കണമെങ്കിൽ ഈ പേരൊന്ന് മാറ്റി കൊടുക്കുക. പേരിന്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക, ഗാലക്സി കഫേ എന്നാക്കി കൊടുക്കുക. ഫോൺ നമ്പർ അവിടെ ക്ലിക്ക് ചെയ്യുക, ഫോൺ നമ്പർ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോട്ടോ മാറ്റണമെങ്കിൽ ഫോട്ടോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബർഗറിൻ്റെയൊക്കെ ഇമേജുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ആൾറെഡി ചില ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, ഇതിനകത്തേക്ക് അപ്ലോഡ് ആയിട്ടില്ല, ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു ബർഗറിന്റെ ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിപ്പോൾ ഇവിടെ വരുന്നതായിരിക്കും. ചൂസ് ഫയൽ, പബ്ലിഷ് കൊടുത്തു. അതിവിടെ വന്നു കഴിഞ്ഞു, നമ്മുടെ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞു. ഇതേപോലെ സെക്കൻഡ് ഇമേജ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ഇമേജും നമ്മൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഇമേജ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. തേർഡ് ഇമേജും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സൈറ്റിന്റെ കളർ ഒന്ന് മാറ്റണമെങ്കിൽ ഇപ്പോഴുള്ള കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. ഇത് കാണാൻ സാധിക്കും, ബോർഡർ ഒക്കെ ബ്ലൂ കളറാണ്. ഇത് മാറ്റി ഒരു റെഡ് കളർ ആക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ കളേഴ്സിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. റെഡ് കളർ, പബ്ലിഷ്. നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ഒരു കഫേയുടെ വെബ്സൈറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു, ഗാലക്സി കഫേ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്കിപ്പോ ഒരു മിനിറ്റ് കൊണ്ട് ഇതിനെ ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ടുഡേസ് ഫ്രഷ് എന്ന് പറയുന്ന സൈറ്റാക്കി മാറ്റണമെന്നിരിക്കട്ടെ. അതിന് നമുക്ക് മാറ്റാൻ സാധിക്കും, ടുഡേസ് ഫ്രഷ്. അപ്പൊ ഇവിടെയുള്ള ഇമേജുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, സൈറ്റ് ഐഡന്റിറ്റിയിൽ ഗാലക്സി കഫേ എന്നുള്ളത് മാറ്റി നേച്ചർ ഫ്രഷ് എന്നാക്കി, അല്ലെങ്കിൽ ടുഡേസ് ഫ്രഷ് എന്നാക്കി. ഈ ഇമേജിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇനിയിപ്പം ഫുഡിന്റെ പിന്നെ വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ ഇമേജ് ആക്കി കൊടുക്കുന്നു. അതവിടെ വരുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഗാലക്സി കഫേ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടുഡേസ് ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കമ്പനിയുടെ സൈറ്റ് ആക്കി ഞാൻ ഇതിനെ മാറ്റി. ഓക്കെ, അടുത്ത ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു. സൈറ്റിന്റെ കളർ റെഡ് കളറിൽ നിന്ന് ഒരു ഗ്രീൻ കളറിലേക്ക് മാറ്റി. കളേഴ്സ് എടുത്തു, ഗ്രീൻ കളർ ചൂസ് ചെയ്തു, പബ്ലിഷ് കൊടുത്തു. ഓക്കെ, സൈറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഗാലക്സി കഫേ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ നേച്ചർ ഫ്രഷ് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് മാറി കഴിഞ്ഞു. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഈ വേർഡ്പ്രസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, നമ്മുടെ കോഴ്സിൽ പഠിക്കുന്ന നിരവധി പേര് വെബ്സൈറ്റ് ക്രിയേഷൻ ചെയ്യുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, കൂടുതൽ പൈസയൊന്നും ആൾക്കാരിൽ നിന്ന് മേടിക്കരുത്, ലൈഫ് ലോങ് ആയിട്ട് അവരെ കസ്റ്റമറായിട്ട് നിലനിർത്തുക. അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, അതുവഴി വേറെ ബിസിനസ് കിട്ടും എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ട് കൂടുതൽ പൈസ ഈടാക്കുന്നത്? കൂടുതൽ പൈസ ഈടാക്കി കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ കേവലം നിലനിർത്തണമല്ലോ. അത് ഞാൻ അവരോട് പറയാറുണ്ട്. എനിവേ, ഇത് നല്ലൊരു ടൂളാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ ബ്ലോഗ് ഉണ്ടാക്കാനോ വെബ്സൈറ്റ് നിർമ്മിക്കാനോ ഒക്കെ ഈ ടൂൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് എഴുതിക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു. കമാൻഡ് കൊടുത്താൽ കണ്ടന്റ് എഴുതി തരും. ഈ കണ്ടന്റുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് wordpress.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം. wordpress.com-നകത്ത് ഒരു വെബ്സൈറ്റോ ബ്ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് സാധിക്കും, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ. അതൊക്കെയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഈ ടെക്നോളജി എന്ന് പറയുന്നത് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനനുസരിച്ച് മുന്നേറിയില്ലെങ്കിൽ നമ്മൾ പിന്നിലായി. നമുക്കറിയാം 1990-കളിലൊക്കെ കാസറ്റ് കടകളുണ്ടായിരുന്നു. കാസറ്റ് കടകൾ അസ്തമിച്ചപ്പോഴല്ലേ CD-യും DVD-യും ഒക്കെ വന്നു. അത് കഴിഞ്ഞപ്പോൾ പെൻഡ്രൈവുകളായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും യൂട്യൂബിലും അല്ലേ സിനിമ കാണുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജി വരുമ്പം അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് പുതിയത് വരുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ഒരു ടൂള് പറയാം. ഈ ടൂള് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം, ഇപ്പോഴല്ല 2-3 വർഷം മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു ആ കമ്പനിയിലെ.
അത് തലശ്ശേരിയിലുള്ള ഒരു വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയിട്ട് ക്ലാസ് എടുത്തതാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ക്ലാസ് എടുത്തതാണ്. ആ ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ടൂള് പറഞ്ഞു. ആ ടൂള് കാരണം രണ്ടുപേരുടെ ജോലി ആ കമ്പനിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്തായിരുന്നു ആ ടൂൾ എന്നുള്ളത് ഞാനിവിടെ അവതരിപ്പിക്കാം. remove.bg എന്ന് പറയുന്ന ഒരു ടൂളായിരുന്നു. remove.bg, അതായത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ടൂളായിരുന്നു അത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എങ്ങനെയാണ് അവരുടെ ജോലി നഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ സ്റ്റുഡിയോയിൽ കുറെ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്തുള്ള 1-2 പേരെ ഇരുത്തിയിരുന്നത് ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ. ഇപ്പൊ രജനീകാന്തിന്റെ ഈ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് അറിയാവുന്നവരാണെങ്കിൽ ഈ കോർണറിലൂടെ ഒക്കെ വരച്ച് കുറച്ച് സമയം എടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ remove.bg-യിലേക്ക് ഈ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ remove.bg എടുത്തിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്ലോഡ് ഇമേജ് കൊടുത്തു. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് രജനീകാന്തിന്റെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇമേജ് ഞാനൊന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും. നോക്കിയാൽ പഴം തൊലിക്കുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടി. അതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജിന് എനിക്കിനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ആ സ്റ്റുഡിയോയിൽ പലരെ ഇരുത്തിയിരുന്നത് ചില ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോബിലായിരുന്നു. ഈ ടൂള് കിട്ടിയപ്പോഴത്തേക്ക് രണ്ടുപേരുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി രണ്ടുപേരെ ഒരു മാസത്തിന് ശേഷം അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. എനിക്കൊരു സങ്കടമായി. കാരണം ഞാൻ പോയി ക്ലാസ് എടുത്തുകൊണ്ടാണല്ലോ രണ്ടുപേരുടെ ജോലി നഷ്ടപ്പെട്ടത്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഡൗൺ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ടൂൾസ് ഒക്കെ പഠിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കും. ഒരു കമ്പനിയിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നിൽക്കും. നമ്മളെ ആദ്യം ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കിയാലും നമുക്ക് പുതിയ സ്ഥലത്ത് കയറാം, അല്ലെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതേസമയം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. ബിസിനസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളൊക്കെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അവർ മുന്നേറിക്കൊണ്ടിരിക്കുമായിരിക്കും. നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ടെക്നോളജിയെ തടഞ്ഞു നിർത്താൻ സാധിക്കും. നമുക്ക് അതിനോടൊപ്പം മുന്നേറാനായി സാധിക്കും. ഓക്കെ, നമ്മൾ 9 മണി വരെ പ്ലാൻ ചെയ്തിരുന്നത് 9:15 കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊന്നും ഓർക്കത്തില്ല. ഇത് എത്ര സമയമായി എന്നൊക്കെ ഓർക്കത്തില്ല. എന്താ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ടീച്ചിങ് ട്രെയിനിങ് പ്രൊഫഷനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് 2015 കടന്നു വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതൊന്നും ഓർക്കാത്തത്, ഈ സമയം പോകുന്നതൊക്കെ. ഓക്കെ, എനിവേ നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് നന്ദി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി, നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. ഞാൻ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. ഞാൻ വിപ്രോയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പ്രോഗ്രാമിംഗ് ആയിരുന്നു, കോഡിംഗ് ആയിരുന്നു. ഈ കോഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് പ്രോഗ്രാം എഴുതുന്നതിനേക്കാളും രസമാണ് ഈ ക്ലാസ്സിൽ വരുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആ ജോലി വിട്ടിട്ട് ഈ ജോലിയിലേക്ക് 2015 വരികയും ഈ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് തൽക്കാലം ക്ലോസിംഗിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ക്വസ്റ്റ്യൻസ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന സജീഷ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാർ, ചോദിച്ചോളൂ. ഹലോ സാർ, എനിക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണ ഇമേജ് അല്ലാതെ നമ്മളിപ്പോ പുതിയൊരാൾക്കൊരു വെബ്സൈറ്റ് www. അങ്ങനെയുള്ള ഒരു, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സംഗതികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു വെബ്സൈറ്റ് നമ്മൾ പ്രൊഫഷണലായിട്ട് നിർമ്മിക്കാൻ വേണ്ടി www എന്ന് പറയുന്ന അഡ്രസ് ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൊമൈൻ ഹോസ്റ്റിംഗ് ഡിസൈൻ, ഈ 3 കാര്യങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ വെബിന്റെ അഡ്രസ് ഇല്ലേ, www.todaysfresh.com. അങ്ങനെ ഒരു അഡ്രസ്സ് മേടിക്കാൻ ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകും. godaddy.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും വെബ് അഡ്രസ്. ഇപ്പൊ todaysfreshkerala.com. അപ്പൊ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഡൊമൈൻ നെയിം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൈസ കൊടുത്ത് മേടിക്കാം. ഒരു 1000 രൂപയ്ക്കകത്തായിരിക്കും വരുന്നത്. ഓക്കെ, todaysfresh.com. അപ്പൊ ഇത് 3 വർഷത്തേക്ക് ഒരുമിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇയർ 1 രൂപയ്ക്കൊക്കെ കിട്ടും. 3 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കുമ്പോൾ 2000 രൂപയൊക്കെ ആകുന്നുള്ളൂ. 1 ഇയർ ആണ് എടുക്കുന്നെങ്കിൽ ഒരു 700 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക്
ഇങ്ങനെയുള്ള സൈറ്റാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള കസ്റ്റം ഡൊമൈൻ എടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഓക്കെ താങ്ക് താങ്ക് യു. സുഭാഷ് ചന്ദ്രൻ സാർ അൺമ്യൂട്ട് ചെയ്യാം. യെസ് സർ. സാർ ചോദിച്ചോളൂ. സാറിന്റെ പേരും കോണ്ടാക്ട് നമ്പറും തരാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. അത് ഗ്രൂപ്പിലുള്ള അഡ്മിൻസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടി. എന്റെ പേര് ജസ്ലി എന്നാണ്, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കോണ്ടാക്ട് നമ്പർ ഗ്രൂപ്പിലുള്ള അഡ്മിനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, പലരും പേയ്മെന്റ് അടച്ചാലുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ അവൈലബിൾ ആണെങ്കിൽ ഓഫർ ഫീസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചിലരൊക്കെ പേര് ഞാനിവിടെ വിളിക്കാം. പേയ്മെന്റ് അടച്ചത് ശ്രീരാഗ്, അനിൽ, അജ്മൽ, ഷംന, അനിത്, ബക്കർ, പ്രജീഷ്, ഇവരെയൊക്കെ പേയ്മെന്റ് ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. മറ്റു പലരുടേതും പേയ്മെന്റ് ലിങ്ക് വഴിയായിരിക്കും നിങ്ങൾ പേ ചെയ്തിട്ടുള്ളത്. ചിലർ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അടച്ചിട്ടുണ്ടായിരിക്കും, ചിലർ ബാങ്ക് അക്കൗണ്ടിൽ അടച്ചിട്ടുണ്ടായിരിക്കും. അവരെല്ലാം പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ കൂടെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ എങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ അയച്ചു കൊടുക്കുക. അതിന്റെ ആൻസർ ഞാൻ തന്നെ തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ നോളജ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. 1ാം ക്ലാസ് മുതലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ സംഗതികൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അപ്ലൈ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നോളജ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കോഴ്സിലേക്ക് കടന്നു വരുന്നതും. അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് മറ്റുള്ളവർ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ലഭിക്കും. മാത്രമല്ല ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോഴത്തേക്ക് കൂടുതൽ ഐഡിയകൾ കിട്ടും, കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ ബന്ധപ്പെടുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു.